നമസ്കാരം. മാർക്ക് തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നടന്നു പോകുന്നത് വല്ലാത്തൊരു അമ്പരപ്പോടെ യാനിമ സൺ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് അവളോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ കണ്ട കാഴ്ച സത്യമാണെന്ന് വിശ്വസിക്കാൻ യാനിമയ്ക്ക് എന്തോ ഒരു മടി. എന്തായാലും അടുത്ത ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരു പരുവത്തിൽ അവൾ കർസ്റ്റനെ ആ കാറിലേക്ക് കയറ്റി. കർസ്റ്റൻ ശരിക്കും ഇടിയേറ്റ് ദൂരേക്ക് തെറിച്ചു വീണെങ്കിലും വലിയ പരിക്കൊന്നും അവൻ ഏറ്റിട്ടില്ല. എന്തായാലും അവനെ കൊണ്ട് യാനിമ ഒരു ഹോസ്പിറ്റലിലേക്ക് നീങ്ങി. ഇതേ സമയത്ത് മാർക്ക് മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. അവന്റെ കയ്യിലുള്ളത് ആകെ 130 സെന്റാണ്. വാങ്ങുന്ന സാധനങ്ങൾക്ക് മെഡിസിനൽ വാല്യൂ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് മാർക്കിന് നിർബന്ധമുള്ളത്. മാർക്കറ്റിലെത്തിയ മാർക്ക് സാധനങ്ങളുടെ വില തിരക്കി തുടങ്ങിയപ്പോഴാണ് ശരിക്കും അവൻ ഞെട്ടുന്നത്. ഒരുപാട് ഹെർബ്സ് പല ശൈലിയിലും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. മെഡിസിനൽ വാല്യൂ ഉള്ള വേരുകൾ, കായ്കൾ, തണ്ട്, ചെടി പൂർണ്ണമായിട്ടും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മെഡിസിനൽ വാല്യൂ ഉള്ള വിത്തുകളും വിൽപ്പനയ്ക്കുണ്ട്. സാധനങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ മാർക്കിന് അതിന് വാല്യൂ കാണാം. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബാർഗൈനിങ് നടത്താൻ കഴിയുന്ന വാല്യൂമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ കയ്യിലുള്ള പണവുമായിട്ട് ആ വാല്യൂവിന് ഒരു ബന്ധവുമില്ല. ആ കടയിലും തൊട്ടടുത്ത കടകളിലും ഒക്കെ ഒന്ന് കറങ്ങി നടന്ന മാർക്ക് അവസാനം മാർക്കറ്റിൽ നിന്ന് മടങ്ങുന്നത് കുറച്ച് ഹെർബ്സുമായിട്ട് തന്നെയാണ്. പക്ഷെ അത് ഏതാണ്ട് ഉപയോഗം കഴിഞ്ഞ ഹെർബ്സ് ആണെന്ന് പറയാം. ഏതോ കടയിൽ വിൽക്കപ്പെടാതിരുന്ന് ഏതാണ്ട് ചീഞ്ഞു തുടങ്ങിയ സാധനങ്ങൾ ആ 130 സെന്റിന് ഒരു പരുവത്തിൽ വാങ്ങിച്ചെടുത്ത് മാർക്ക് അതുമായിട്ട് അവന്റെ താമസ സ്ഥലത്തേക്ക് വരികയാണ്. മാർക്ക് പല കാര്യങ്ങളും ആലോചിച്ച് അങ്ങനെ നടക്കുകയാണ്. അവന്റെ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്ന ആ കോമ്പൗണ്ടിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ആ കോമ്പൗണ്ടിന്റെ വാതിൽക്കൽ ഒരാളങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹേ മാർക്ക്! പെട്ടെന്ന് ആ വിളി കേട്ടപ്പോൾ മാർക്ക് അമ്പരപ്പോടെ അവന്റെ ആ പേര് വിളിച്ച ആളെ ഒന്ന് നോക്കി. ശരിക്കും അപ്പോഴാണ് അവൻ എമിലിയെ കാണുന്നത്. എമിലി ബ്ലാക്ക് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു ചുവന്ന ഗൗണാണ് എമിലി അണിഞ്ഞിരിക്കുന്നത്. അതിസുന്ദരിയായ എമിലി ആ ഗൗണിൽ കുറെ കൂടി സുന്ദരിയായി കാണപ്പെടുകയാണ്. എമിലിയെ കണ്ട മാർക്ക് ഏതൊരു വാ പൊളിച്ച് എമിലി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൻ എമിലിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടതും എമിലി മാർക്കിനോട് പറഞ്ഞു, ഹേ മാർക്ക്, എന്താ എന്നെ കണ്ടു മതിയായ? എമിലി ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്ക് സ്വബോധത്തിലേക്ക് മടങ്ങി വരുന്നത്. അല്ല എമിലി, ഞാൻ ഇങ്ങനെ വെറുതെ ഓക്കെ മാർക്ക്. അങ്ങനെ എമിലി പറയുമ്പോഴാണ് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന സഞ്ചി അവൾ കാണുന്നത്. ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്താ ഇത്? എമിലി, ഞാൻ കൾട്ടിവേഷന് വേണ്ടി കുറച്ച് ഹെർബ്സ് വാങ്ങിച്ചതാണ്. മാർഷൽ ആർട്ടിസ്റ്റുകൾ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനായി ശരിക്കും ഔഷധ ഗുണമുള്ള ചെടികൾ ഭക്ഷണത്തിന് ഭാഗമായി ഉപയോഗിക്കാറുണ്ട്. ആ കാര്യം എമിലിക്കും അറിയാം. അതറിയാവുന്ന എമിലി മാർക്കിന്റെ കയ്യിലെ ആ സഞ്ചി വാങ്ങിച്ചു. പെട്ടെന്ന് ചുറ്റൊന്ന് നോക്കി. അപ്പോഴാണ് ആ റോഡ് സൈഡിൽ വേസ്റ്റ് നിക്ഷേപിക്കാനായി നഗരസഭയുടെ ആളുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോക്സ് അവൾ കണ്ടത്. അവൾ ആ സഞ്ചി ആ ബോക്സിനകത്തേക്ക് വലിച്ചെറി. ഏയ് മാർക്ക്, ഇതാണോ നീ ഉപയോഗിക്കാൻ പോകുന്നത്? ഇത് ചീഞ്ഞ സാധനമല്ലേ? ഇതാരെങ്കിലും ഉപയോഗിക്കൂ? മനുഷ്യന്മാർ ആരും തന്നെ ആ ശൈലിയിൽ അഴുകിയ ചെടികൾ ഒരു ആവശ്യത്തിനും ഉപയോഗിക്കാറില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. എമിലി ശരിക്കും ഒരു മുതിർന്ന ആളെ പോലെയാണ് മാർക്കിന് ഉപദേശം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ മാർക്കിനേക്കാൾ പ്രായം കുറവാണ് എമിലിക്കെന്ന് ഒറ്റ നോട്ടത്തിൽ നിന്ന് വ്യക്തവുമാണ്. പക്ഷെ എമിലിയുടെ ആ സ്നേഹത്തോടെയുള്ള ആ അധികാരഭാവം മാർക്കിന് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മാർക്കിനോടായി എമിലി ചോദിച്ചു, ഏയ് മാർക്ക്, താമസമൊക്കെ എങ്ങനെയുണ്ട്? താമസമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഹേയ് മിസ് എമിലി, എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞാൻ ഇത്രയും നല്ലൊരു വീട്ടിൽ ആദ്യമായിട്ടാണ് കഴിയുന്നത്. ഒരു സ്വപ്നത്തിലൂടെ ഞാൻ കടന്നു പോകും പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് മാർക്കും എമിലിയും മാർക്കിന്റെ ആ വീട്ടിലേക്ക് നടക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് അവരുടെ വസതി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് അവരെങ്ങനെ സംസാരിച്ച് അങ്ങനെ നടക്കുമ്പോൾ അവരെ പാസ് ചെയ്ത് ഒരു കാറ് മുന്നോട്ട് പോയി. ചീറിപ്പാഞ്ഞു പോയ കാറ് അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ വീടിന് മുന്നിൽ വന്ന് സ്റ്റോപ്പായി. മാർക്കും എമിലിയും അവരുടെ വീടിനടുത്തേക്ക് നടന്നു വരുമ്പോഴേക്കും ആ കാറിൽ നിന്ന് അനവധി ആളുകൾ പുറത്തേക്ക് ഇറങ്ങി. അതേ സമയത്ത് തന്നെ മറ്റൊരു കാറ് കൂടി അവിടെ വന്ന് നിന്നു. അതിൽ നിന്നും 5-6 ആളുകൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോ ആ 2 SUVകളിൽ നിന്നായി അവിടെ ഇറങ്ങി നിൽക്കുന്ന ആളുകൾ ഏകദേശം ഒരു 10-12 പേരുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ആ ആളുകൾ ലേശം കുഴപ്പക്കാരാണെന്ന്. മാർക്കും എമിലിയും അവരുടെ വീടിനടുത്തേക്ക് നടന്നെത്താറായപ്പോഴേക്കും ആ കാറിൽ നിന്നിറങ്ങിയ ആളുകളിൽ ഒരാൾ ഉറക്കെ മാർക്കിനോട് ചോദിച്ചു, ഏയ് നീയല്ലേ മാർക്ക് ഫെല്ലർ?
ആ ചോദ്യം കേട്ടതും തന്റെ ഇടതുവശത്തൂടെ നടക്കുകയായിരുന്ന എമിലിയെ മാർക്ക് ഇടത് കൈകൊണ്ട് പിടിച്ച് അവന്റെ പുറകിലോട്ട് മാറ്റി. അതിനുശേഷം മാർക്ക് അയാളോട് പറഞ്ഞു, അതെ ഞാനാണ് മാർക്ക്, എന്താ വേണ്ടേ? ഏയ് അപ്പൊ നീയാണല്ലേ മാർക്ക്, നീയാണല്ലേ കട്സനെ ഉപദ്രവിച്ചത്? കട്സൺ റോജേഴ്സിനെ ഉപദ്രവിച്ചത് ചോദ്യം ചെയ്യാനായി എത്തിയിരിക്കുന്ന ആളുകളാണ് അവരെന്ന് ആ വാചകം മാർക്കിനെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് അയാളോട് പറഞ്ഞു, നോക്കേ കട്സനും ഞാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം, അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അത് കേട്ടതും ആ ചെറുപ്പക്കാരൻ ഒന്ന് ചിരിച്ചു. ഇടോ, ഞങ്ങൾക്ക് ഒരു കൊട്ടേഷൻ കിട്ടിയിരിക്കുകയാണ്, നിന്റെ കൈയും കാലും തല്ലി ഓടിക്കാനുള്ള കൊട്ടേഷനാണ് എനിക്ക് കിട്ടിയത്. നിന്നെ കണ്ടിട്ട് നീ ഒരു പാവമാണെന്ന് തോന്നുന്നു. ശരി, ഒരു കാര്യം ഞാൻ ചെയ്യാം, നീ തന്നെ നിന്റെ കാല് സ്വയം തല്ലി ഓടിച്ചാൽ നിനക്ക് അധികം വേദനിക്കാതെ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാം. എന്തു പറയുന്നു? അവന് താൻ എതിരിടാൻ വന്ന കക്ഷി ഒരു പാവമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോ മാർക്ക് പറഞ്ഞു, ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും. മാർക്കിന്റെ ആ സംഭാഷണത്തിൽ ലേശം ഒരു പരിഹാസമുണ്ട്. അത് മനസ്സിലാക്കിയ ആ ഗ്യാങ് മെമ്പർ മാർക്കിനോട് പറഞ്ഞു, നീ ഒരു പാവമാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ലേശം അഹങ്കാരം നിനക്കുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ആ ഗ്യാങ് മെമ്പർ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ഒന്ന് നോക്കി. അവന്മാരും പെട്ടെന്ന് അയാൾക്കൊപ്പം അങ്ങ് നിരന്നു. ഡേ വേറെ ഒന്നും നോക്കണ്ട, അടിച്ചോടിക്കാൻ്റെ കാര്യം. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും ആ ഗ്യാങ് മെമ്പേഴ്സ് മുന്നോട്ട് കുതിക്കാൻ പോയപ്പോഴാണ് മാർക്കിന്റെ പുറകെ നിൽക്കായിരുന്ന എമിലി മുന്നോട്ട് കയറിയത്. എമിലി അവരോട് ചോദിച്ചു, ഏയ് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? പെട്ടെന്ന് സുന്ദരിയായ എമിലിയെ അവിടെ കണ്ടപ്പോ മുന്നോട്ട് ഓടാൻ തുടങ്ങിയ ആ ചെറുപ്പക്കാർ ഒന്ന് നിന്നു. ഇത് കൊള്ളാമല്ലോ, ഇവളാണ് സുന്ദരിയാണല്ലോ. ഹേയ് ഇത് കണ്ട ആ ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എമിലിയെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയാണ്. അതുവരെ മാർക്കിനോട് സംസാരിച്ചുകൊണ്ടുന്ന ആ ചെറുപ്പക്കാരൻ എമിലിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുറകിൽ കിടക്കുന്ന കാറിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, ബ്രദർ സാം ഇത് കണ്ട? ബ്രദർ സാം എന്ന് അയാൾ വിളിച്ചതും എസ്യുവിയുടെ പുറകിലെ സീറ്റിൽ കിടക്കുകയായിരുന്ന ഒരാൾ എണീറ്റു. അയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അതുവരെ പുറത്തു നടക്കുന്ന സംഭവങ്ങളിലൊന്നും ഇടപെടാതെ അയാൾ അങ്ങനെ ചാരി കിടക്കുകയായിരുന്നു. ബ്രദർ സാം എന്ന് വിളിക്കപ്പെട്ട ആള് ശരിക്കും മിഡിൽ സിറ്റിയിൽ ഒരു നല്ല ഗ്യാങ്ങിനെ നയിക്കുന്ന ഒരു ഗ്യാങ് ലീഡറാണ്. അയാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റും. അയാളുടെ മുഖത്ത് നല്ലൊരു അടയാളമുണ്ട്. ഏതോ ഒരു ആക്രമണ സമയത്ത് ആരോ അയാളുടെ മുഖത്ത് വെട്ടിയതിന്റെ പാട് ഇപ്പോഴും കാണാം. ബ്രദർ സാം എന്ന് വിളിക്കപ്പെടുന്ന സാം ഫ്രാങ്ക്ലിൻ നടന്ന് മുന്നോട്ട് വന്നു. അയാള് ചിരിച്ചുകൊണ്ടാ വരുന്നത്. തല്ലാനുള്ളൊരു കൊട്ടേഷൻ അയാൾക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പൊ ഇതാ ഭാഗ്യത്തിന് ഒരു സുന്ദരി കൂടി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെതായ സന്തോഷം സാം ഫ്രാങ്ക്ലിന്റെ മുഖത്തുണ്ട്. ബ്രദർ സാം ആ ചിന്തയോട് കൂടിയാണ് അയാളുടെ ഗ്യാങ് മെമ്പേഴ്സിന് ഇടയിലൂടെ മുന്നോട്ട് വരുന്നത്. മുന്നിലേക്ക് ബ്രദർ സാം വന്നപ്പോ എമിലി സാമിനെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സാമിന്റെ കണ്ണുകളും എമിലിയുടെ കണ്ണുകളും തമ്മിൽ ഒന്ന് ഇടഞ്ഞു. ശരിക്കും രൂക്ഷമായ ഒരു നോട്ടം എമിലിയുടെ കണ്ണുകളിൽ നിന്ന് സാമിന് അനുഭവപ്പെടുകയാണ്. ആ നോട്ടം സാമിനെ ഒന്ന് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ശരിക്കും അയാളുടെ പെരുവിരൽ മുതൽ തലമുടി വരെ വിറച്ചു എന്ന് തന്നെ പറയാം. ആ സമയത്താണ് അയാളുടെ ഗ്യാങ്ങിലെ ആ ചെറുപ്പക്കാരൻ സാമിനോട് പറഞ്ഞത്, ബ്രദർ സാം ഒരു അടിപൊളി സുന്ദരിയല്ലേ, നമുക്ക് കൊണ്ടുപോയാലോ? ബ്രദർ സാം എന്ന് വിളിച്ച് ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും സാം തിരിഞ്ഞ് ആ ചെറുപ്പക്കാരനെ ഒരൊറ്റയാണി. മിണ്ടരുത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രദർ സാം പെട്ടെന്ന് തറയിലേക്ക് ഇങ്ങ് മുട്ടുകുത്തി. ശരിക്കും അയാളുടെ രണ്ട് മുട്ടും അയാൾ ഇടിച്ച് താഴെ വീഴുകയായിരുന്നു എന്ന് പറയാം. ക്ഷമിക്കണം മാഡം, ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. അങ്ങനെ ബ്രദർ സാം പറഞ്ഞപ്പോ സാമിനൊപ്പമുള്ള ആളുകളും ലേശം അമ്പരപ്പിലാണ്. പെട്ടെന്ന് എമിലി സാമിനോട് ചോദിച്ചു, മിസ്റ്റർ ബ്രദർ സാം, അപ്പോ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എമിലിയുടെ ആ ചോദ്യം കേട്ടതും ബ്രദർ സാം അയാളുടെ ഇടുപ്പിൽ നിന്ന് ഒരു കത്തി വലിച്ചൂരി അയാളുടെ തന്നെ തുടയിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കിനോ സാമിനൊപ്പമുള്ള ആളുകൾക്കോ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇതാ സാം തറയിൽ മുട്ടുകുത്തിയതിനു ശേഷം സ്വയം അയാളുടെ തുടയിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കുകയാണ്. ഓക്കെ ബാക്കിയുള്ളവരെ, മാഡം അവരുടെ കേസ് ഞാൻ ഏറ്റു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രദർ സാം പെട്ടെന്ന് എണീറ്റ് തിരിച്ചോടുകയാണ്. ഓടുന്നതിനിടയിൽ അയാൾ കൂടെയുള്ളവരോട് പറഞ്ഞു, ഗെറ്റ് ബാക്ക്. കേൾക്കേണ്ട താമസം അവരും കാറുകളിലേക്ക് ഓടിക്കേറി. അതിവേഗം പാഞ്ഞു പോകുന്ന ആ വാഹനത്തിനകത്തിരിക്കുന്ന ബ്രദർ സാം ഒരു കർച്ചീഫ് കൊണ്ട് അയാളുടെ തുട വലിച്ചു കെട്ടുകയാണ്. ശരിക്കും അയാളുടെ തുടയിൽ കൂടി രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. അയാൾ കൂടെയുള്ള ആളോട് പറഞ്ഞു, എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ നേരെ ആ വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിലിരിക്കുന്ന ആളുകൾ ബ്രദർ സാമിനോട് ചോദിച്ചു, ബ്രദർ എന്താ പ്രശ്നം? എന്തിനാ ബ്രദർ ഇങ്ങനെയൊക്കെ ചെയ്തേ? ബ്രദർ എന്തു പറ്റി? അവർ വലിയ കുഴപ്പക്കാരിയാണോ? അവരിനി പ്രോവിൻസ് ക്യാപിറ്റലിൽ നിന്ന് വന്നാണോ? പ്രോവിൻസിന്റെ
തലസ്ഥാനം ചിൽടൗൺ ആണ്. ചിൽടൗണിൽ നിന്നുള്ള ആരെങ്കിലും ആണോ ആ സുന്ദരി എന്നാണ് ആ ചെറുപ്പക്കാരൻ ബ്രദറിനോട് ചോദിച്ചത്. അയാളുടെ ചോദ്യം കേട്ടതും ബ്രദർ സാം അയാളോട് പറഞ്ഞു, ഹേയ് എങ്കിൽ എന്ത് നന്നായി, ഇവർ വന്നിരിക്കുന്നത് ന്യൂ സെലസ്റ്റിൽ നിന്നാണ്. ക്യാപിറ്റൽ നിന്നോ? അതേന്ന്. അതാണ് മിസ് എമിലി ബ്ലാക്ക്. ബ്രദർ പറയുന്നത് ബ്ലാക്ക് കുടുംബത്തിലെ? അതേന്ന്. ഛേ ബ്രദർ, സത്യമാണോ അത്? എടോ, ഇന്നലെ വൈകുന്നേരം ഒരു ബാങ്കറ്റ് ഉണ്ടായിരുന്നു. ഇടാ, അവിടെ വെച്ച് കണ്ടതാണ്. ചിൽടൗണിൽ നിന്ന് എത്തിയ നമ്മുടെ പ്രോവിൻസിന്റെ ഗവർണർ വൈൻ നിറച്ച് ഈ എമിലി ബ്ലാക്കിന് കൊടുക്കുന്നത്. ഗവർണർ സ്വയം വൈൻ പകർന്ന് കൊടുക്കണമെങ്കിൽ മറുഭാഗത്തുള്ള ആള് എത്രത്തോളം കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും? ആ ചോദ്യമാണ് ആ നിമിഷത്തിൽ അവൾ ഉയരുന്നത്. അത് മനസ്സിലാക്കിയതും സകലർക്കും ഒരു വിറയലുണ്ടായി. എന്നാൽ ഇതേ സമയത്ത് എമിലി മാർക്കിനോട് സംസാരിക്കുകയാണ്. ഹേയ് മാർക്ക്, എന്തായാലും നിൽക്കുന്നത്? എന്നെ ട്രീറ്റ് ചെയ്യുന്നില്ലേ? മിസ് എമിലി, ഞാനിപ്പോ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു നൂഡിൽസ് ഉണ്ടാക്കി തരാം. ഓക്കെ, നൂഡിൽസ് എങ്കിൽ നൂഡിൽസ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എമിലി മാർക്കിനൊപ്പം അവരുടെ വീട്ടിനുള്ളിലേക്ക് കടന്നു. വീടിനകത്തേക്ക് കിടന്ന മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, ഒരു 30 മിനിറ്റ്സ് അത്രേ എനിക്ക് വേണ്ടു, അപ്പോഴേക്കും ഞാൻ നൂഡിൽസ് ഒക്കെ തയ്യാറാക്കാം. എമിലി സന്തോഷത്തോടുകൂടി അവിടെ സോഫയിൽ ഇരിക്കുമ്പോൾ മാർക്ക് കിച്ചണിലേക്ക് കടന്നു. ശരിക്കും ആ അടുക്കളയിൽ അയാൾ ഒരു രാജാവാണെന്ന് അടുത്ത ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എമിലിക്ക് തന്നെ സ്വയം ബോധ്യമാവുകയാണ്. ഏകദേശം 20 മിനിറ്റ് ആയപ്പോൾ അവളുടെ മൂക്കിലേക്ക് ശരിക്കും രുചികരമായ നൂഡിൽസിന്റെ ഗന്ധം അങ്ങനെ വരികയാണ്. നൂഡിൽസ് പാക്കറ്റിൽ വാങ്ങിച്ച് ഉണ്ടാക്കുന്ന വ്യക്തിയല്ല മാർക്ക് നൂഡിൽസ് റാ മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ നൂഡിൽസ് ഏകദേശം 30 മിനിറ്റ് ആയപ്പോൾ ഡൈനിങ് ടേബിളിലെത്തി. തന്റെ മുന്നിലേക്ക് വന്ന ആ നൂഡിൽസിലേക്ക് വല്ലാത്തൊരു കൊതിയോടുകൂടിയാണ് എമിലി നോക്കിയത്. എമിലിയോടായി മാർക്ക് പറഞ്ഞു, മിസ് എമിലി, ഇതൊന്ന് കഴിച്ചു നോക്ക്, കൊള്ളാമെങ്കിൽ പറയണേ. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ എമിലി ആ നൂഡിൽസ് കഴിച്ചു തുടങ്ങി. ശരിക്കും ആ നൂഡിൽസ് അവളെ തെല്ലുന്നൂല അമ്പരപ്പിച്ചത്. അൺബിലീവബിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു രുചി അതിനുണ്ട്. ഒരു വല്ലാത്ത രുചിയുണ്ട്. ശരിക്കും ആ നൂഡിൽസ് അവളെ തെല്ലുന്നൂല അമ്പരപ്പിച്ചത്. അതിവേഗമാണ് അവളുടെ ആ പ്ലേറ്റിലുണ്ടായിരുന്ന നൂഡിൽസ് തീർന്നത്. നൂഡിൽസ് തീർന്നതും അവൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു പ്ലേറ്റ് കൂടെ തരുമോ? പിന്നെന്താ? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഉടൻ തന്നെ രണ്ടാമത്തെ പ്ലേറ്റ് അവൾക്ക് നിറച്ചു. അന്ന് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ 3 പ്ലേറ്റ് നൂഡിൽസ് ആണ് എമിലി അവിടുന്ന് കഴിച്ചത്. അവളുടെ ജീവിതത്തിൽ അവൾ കഴിച്ചിട്ടുള്ള ഏറ്റവും രുചികരമായ ഭക്ഷണമായി എമിലിക്ക് ആ നൂഡിൽസ് അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ 3 കൊല്ലക്കാലം സൺ കുടുംബത്തിന്റെ അടുക്കളയ്ക്കുള്ളിൽ ഒരു പാചകക്കാരനായി നിന്ന മാർക്ക് ഫെല്ലർ ശരിക്കും പാചകകലയിൽ അതിവിദഗ്ധരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത്രയും രുചികരമായ നൂഡിൽസ് ഉണ്ടാക്കാൻ മാർക്കിന് നിഷ്പ്രയാസം പറ്റിയത്. എമിലിയെ യാത്രയാക്കിയ മാർക്ക് അവന്റെ മനസ്സിലെ ലൈബ്രറി ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്തു തുടങ്ങി. ആ ലൈബ്രറിയിൽ ഇല്ലാത്തത് ഒന്നുമില്ല. ഒരുപാട് അസുഖങ്ങളുടെ ചികിത്സയ്ക്കുള്ള മാർഗങ്ങൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു കാണാം. പക്ഷേ മാർക്ക് നോക്കുന്നത് അതൊന്നുമല്ല. മാർക്ക് നോക്കുന്നത് എങ്ങനെ ചെടികളിൽ നിന്ന്, വേരുകളിൽ നിന്ന്, കായകളിൽ നിന്ന്, വിത്തുകളിൽ നിന്ന് സ്പിരിച്വൽ എനർജി ഉള്ള ഗുളികകൾ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ശരിക്കും മരുന്ന് ഉണ്ടാക്കിയെടുത്ത് അതിനെ ഗുളിക രൂപത്തിലാക്കണം. മാർക്ക് ആ സ്പിരിച്വൽ എനർജി അക്യൂറിംഗ് പിൽസ് എന്ന് വിളിക്കപ്പെടുന്ന ആ ഗുളികകൾ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ അവളുടെ വീട്ടിലേക്ക് മടങ്ങുന്ന എമിലി സെക്രട്ടറിയോട് പറഞ്ഞു, നാളെ രാവിലെ തന്നെ ഈ നഗരത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള ഹെർബ്സ് കളക്ട് ചെയ്ത് മാർക്കിന് എത്തിച്ചിരിക്കണം. ശരിക്കും ഒരു ഓർഡർ എമിലി സെക്രട്ടറിക്ക് കൊടുത്തതാണ്. എമിലിയുടെ ശബ്ദത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് എമിലിയുടെ സെക്രട്ടറിക്ക് നല്ല ധാരണയാണ്. എമിലി വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ അതേ സീരിയസോടുകൂടി അയാൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ആ കാര്യം കൃത്യമായി നടപ്പിലാക്കാമെന്ന് അയാൾ വാക്കു കൊടുത്തിട്ട് എമിലിയോട് ചോദിച്ചു, മാഡം, ബാങ്കറ്റിലേക്ക് വിളിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണ്ടേ? ബ്ലാക്ക് കുടുംബത്തെ പ്രതിനിധീകരിച്ച് മിഡിൽ സിറ്റിയിൽ എത്തിയിരിക്കുന്ന എമിലി ബ്ലാക്കിന് ആ സിറ്റിയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പ്രോവിൻസിലെ ഗവർണറൊക്കെ ചേർന്ന് ഒരു പാർട്ടി കൊടുത്തിരുന്നു. അതാണ് തലേദിവസം വൈകുന്നേരം നടന്ന പാർട്ടി. ആ പാർട്ടിയിൽ പങ്കെടുത്ത വ്യക്തിയാണ് ബ്രദർ സാം ഫ്രാങ്ക്ലിൻ. ആ പാർട്ടിക്ക് പകരം എമിലി ബ്ലാക്ക് ഒരു പാർട്ടി തിരിച്ചു കൊടുക്കണം. അതിനെക്കുറിച്ചാണ് സെക്രട്ടറി എമിലിയോട് സൂചിപ്പിക്കുന്നത്. അത് കേട്ടതും എമിലി സെക്രട്ടറിയോട് പറഞ്ഞു, ഓക്കെ, വൈകുന്നേരം നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കാം. പറഞ്ഞതുപോലെ അന്ന് വൈകുന്നേരം എമിലിയുടെ വസതിയിൽ
സെക്രട്ടറിയും എമിലിയും ചേർന്ന് ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. വിളിക്കാനുള്ള ആളുകളുടെ പേരുകൾ ഒന്നൊന്നായി സെക്രട്ടറി പറഞ്ഞപ്പോൾ പെട്ടെന്ന് റോജേഴ്സ് കുടുംബത്തിന്റെ പേര് കടന്നു വന്നു. അത് കേട്ടതും എമിലി സെക്രട്ടറിയോട് പറഞ്ഞു, ഏയ് അത് വേണ്ട. റോജേഴ്സ് കുടുംബത്തിലെ കഡ്സൺ റോജേഴ്സ് ആണ് മാർക്കിന്റെ ഭാര്യയെ അടിച്ചു മാറ്റിയ വ്യക്തി. അതുകൊണ്ടാണ് ആ പേര് വേണ്ട എന്ന് എമിലി തീരുമാനിക്കാനുള്ള കാരണം. അത് കേട്ടതും സെക്രട്ടറി എമിലിയോട് പറഞ്ഞു, മാഡം, അവർ ഈ മിഡിൽ സിറ്റിയിലെ ഒരു പ്രമുഖ കുടുംബമാണ്. അത് ശരിക്കും ഉയർന്നു വരുന്ന ഒരു കുടുംബവുമാണ്. നമ്മൾ അവരെ ഒഴിവാക്കണോ? അങ്ങനെ സെക്രട്ടറി ചോദിച്ചതും എമിലി സെക്രട്ടറിയോട് പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്യും, ആ പേര് ഞാൻ പറയും പോലെ ഒന്ന് കറക്റ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് എമിലി സെക്രട്ടറിയോട് പറഞ്ഞു, ഒരു പേര് കൂടി ആഡ് ചെയ്തു. മാഡം പറഞ്ഞോളൂ. മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ എന്ന പേര് കേട്ടപ്പോൾ സെക്രട്ടറി ആ പേര് എഴുതണോ വേണ്ടോ എന്നറിയാതെ അമ്പരപ്പോടെ എമിലി തന്നെ നോക്കിയാണ്. തന്നെ നോക്കിയിരിക്കുന്ന സെക്രട്ടറിയോടായി എമിലി ചോദിച്ചു, എന്താ എഴുതിയില്ലേ? അങ്ങനെ എമിലി ചോദിച്ചതും അയാൾ പെട്ടെന്ന് ആ പേരങ്ങ് എഴുതി. പേരെഴുതിയിട്ട് സെക്രട്ടറി എമിലിയോട് ചോദിച്ചു, മാഡം, നമ്മുടെ ബാങ്കറ്റിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെയും ഈ നഗരത്തിലെ പ്രമുഖരാണ്. ആ കൂട്ടത്തിൽ മാർക്കിനെ അത്രയുമേ അയാൾ ചോദിച്ചോളൂ. അപ്പോൾ തന്നെ എമിലി ഇടപെട്ടുകൊണ്ട് സെക്രട്ടറിയോട് പറഞ്ഞു, ഈ മിഡിൽ സിറ്റിയിലെ പ്രമുഖ വ്യക്തി ഇനി മുതൽ മാർക്ക് ഫെല്ലറാണ്. ശരിക്കും ഒരു ഉറച്ച തീരുമാനം പോലെ എമിലി ബ്ലാക്ക് ആ വാചകം പറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത മുഖഭാവത്തോടുകൂടി സെക്രട്ടറി ആ പേര് എഴുതി പൂർത്തീകരിച്ചു. സെക്രട്ടറി താൻ എഴുതിയ ആ പേരിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. എമിലിയുടെ വസതിയിൽ ബാങ്കറ്റിൽ ആളുകളുടെ പേരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് മാർക്കിന്റെ വസതിയിൽ അവന്റെ ആ ലൈബ്രറിയിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. ശരിക്കും ഒരുപാട് മരുന്നുകളും അതിന്റെ ചേരുവയും മരുന്ന് ഉണ്ടാക്കേണ്ട വിധവും മാർഷൽ ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഏതൊക്കെ സ്റ്റേജുകളിലൂടെ കടന്നു പോകണമെന്നൊക്കെ ആ ഒറ്റ രാത്രി കൊണ്ട് മാർക്ക് അങ്ങ് പഠിച്ചെടുക്കുകയാണ്. നേരെ പുലർന്നപ്പോൾ മാർക്ക് ഒരു തീരുമാനത്തിലെത്തി. തലേ ദിവസം അവൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ആ ഔഷധ സസ്യങ്ങൾ എമിലി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഒരു ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അത് അവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്ന് ചില ഗുളികകൾ ഉണ്ടാക്കാമെന്നുള്ള ഒരു അറിവ് തലേ ദിവസത്തെ വായന കൊണ്ട് അവന് ബോധ്യമായിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയോടുകൂടി മാർക്ക് വാദം തുറക്കുമ്പോൾ അവൻ കാണുന്നത് ആ കറുത്ത ബെന്റ്ലി കാർ ഒഴുകി അവിടേക്ക് വരുന്നതാണ്. രാവിലെ വീണ്ടും മിസ് എമിലി വരുന്നു. അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് ആ കാറ് കണ്ടപ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. മാർക്ക് സന്തോഷത്തോടുകൂടി ആ റോഡിലേക്ക് ഓടിയിറങ്ങുമ്പോൾ വാഹനം സ്റ്റോപ്പ് ചെയ്തു. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് സെക്രട്ടറിയാണ്. സെക്രട്ടറി കണ്ടതും മാർക്ക് ഒന്ന് ചിരിച്ചു. മാർക്കിനെ നോക്കി ചിരിക്കാതെ സെക്രട്ടറി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, എന്ത് കണ്ടിട്ടാണ് നിന്നോട് എന്റെ മാഡം ഈ അടുപ്പം കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിന്നെപ്പോലെ ഒരു ഭൂലോക തോൽവിയെ എന്റെ മാഡം അംഗീകരിക്കുന്ന കാണുമ്പോൾ എനിക്കെന്നെ സങ്കടം തോന്നുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനുള്ള ആ സെക്രട്ടറിയുടെ വാചകം കേട്ട മാർക്ക് ശരിക്കും ഒന്ന് വല്ലാതെയായി. ഒരു നിമിഷം അയാൾ വല്ലാതായെങ്കിലും മാർക്ക് സെക്രട്ടറിയോട് പറഞ്ഞു, നോക്ക്, ഇപ്പോ ഞാനൊരു തോൽവിയൊക്കെ ആയിരിക്കും, പക്ഷേ എന്നും ഞാൻ അങ്ങനെ ആവത്തില്ല. നീ ഇതെന്തായി പറയുന്നത്? നീനെ എന്തു വലുതായാലും നീ എത്ര വരെ പോകും? നീ ചിലപ്പോ ഈ മിഡിൽ സിറ്റിയിലെ ഏറ്റവും വലിയ ആളായി മാറുമായിരിക്കും. അതുമല്ലെങ്കിൽ നീ ചിലപ്പോ ഈ പ്രോവിൻസിലെ വലിയ സംഭവം ആവുമായിരിക്കും. അതിനപ്പുറത്തേക്ക് നിനക്ക് എത്താൻ കഴിയില്ലല്ലോ. സെക്രട്ടറി പറഞ്ഞ ആ രണ്ട് കാര്യങ്ങളും, മിഡിൽ സിറ്റിയിലെ ഏറ്റവും വലിയ ആളാകുക, അതുപോലെ പ്രോവിൻസിലെ ഏറ്റവും വലിയ ആളാകുക, ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ആ സംഭവം വരെ താൻ എത്തുമെന്ന് ഒരു പ്രവചനമാണ് സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഒരു പുഞ്ചിരി മാർക്കിന്റെ മുഖത്തുണ്ടായി. മാർക്കിന്റെ ആ ചിരി വീക്ഷിച്ചുകൊണ്ട് സെക്രട്ടറി മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, നീ എത്ര വലുതായാലും എൻ്റെ മാഡത്തോട് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാഡവുമായി അടുക്കാൻ നീ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏയ്, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞ്? നിന്റെ മാഡം എന്നോട് നല്ല രീതിയിലാണ് ഇടപെടുന്നത്, ഞാനും തിരിച്ചങ്ങനെയാണ്. ഓഹോ, നീ യഥാർത്ഥത്തിൽ കഥ അറിയാതെ ആട്ടം കാണുകയാണല്ലേ. നിനക്ക് ഞാൻ കഥ പറഞ്ഞു തരാം. അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും ആ കാറിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുന്ന ആളുകൾ അവരുടെ ആ വാഹനത്തിൻ്റെ ഡിക്കി തുറന്ന് അതിനകത്ത് നിന്ന് കുറേ സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു. ശരിക്കും ഫ്രഷ് മെഡിസിനൽ വാല്യൂ ഉള്ള ഹെർബ്സാണ് അവർ പുറത്തേക്ക് എടുത്തത്. ഒരുപാട് സാധനമുണ്ട്.
വേരുകളും ചെടികളും കായ്കളും വിത്തുകളും എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ഹെർബ്സും അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഹെർബ്സ് മാർക്കും ആ സെക്രട്ടറി തമ്മിൽ സംസാരിക്കുന്ന ഇടയിൽ തന്നെ ആ ചെറുപ്പക്കാർ എടുത്ത് മാർക്കിന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുവച്ചു. മാർക്ക് അമ്പരപ്പോടെ അതിലേക്ക് നോക്കുന്നുണ്ടെന്നും സെക്രട്ടറി മാർക്കിനോട് പറഞ്ഞു, അത് മിസ് എമിലി നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഓക്കെ, മിസ് എമിലിയോട് എന്റെ താങ്ക്സ് പറയണേ. എടോ മാർക്ക്, നിന്റെ ഈ താങ്ക്സ് ഒക്കെ എന്തിനാ എന്റെ മാഡത്തിന്? എന്റെ മാഡം ആരാണെന്ന് നിനക്ക് അറിയാവോ? ശരിയാ, നിനക്ക് കഥ അറിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല. എടോ, എന്റെ മാഡം എവിടെന്നാ വന്നെന്നറിയാവോ? എന്റെ മാഡം വന്നിരിക്കുന്നത് അങ്ങ് ന്യൂ സെലസ്റ്റിൽ നിന്നാണ്, നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നിന്ന്. നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ ബ്ലാക്ക് കുടുംബത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ആ ബ്ലാക്ക് കുടുംബത്തിന്റെ കണ്ണിലുണ്ണിയായ എമിലി ബ്ലാക്ക് ആണ്ട എന്റെ മാഡം. എമിലി മാർക്കിനോട് സംസാരിച്ചപ്പോൾ സ്വയം പരിചയപ്പെടുത്തിയത് എമിലി എന്ന് പറഞ്ഞാണ്. അവൾ മനഃപൂർവ്വം അവളുടെ സർനെയിം മാർക്കിനോട് പറയാതിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ബ്ലാക്ക് എന്ന പേര് മാർക്കിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഇതാ അവൻ കഥ തിരിച്ചറിയുകയാണ്. ശരിക്കും അവൻ അപ്പോഴാണ് പല കാര്യങ്ങളും കൂട്ടി ആലോചിക്കുന്നത്. അവൻ ആദ്യമായി എമിലിയുമായി യാത്ര ചെയ്ത ആ കാറ് യഥാർത്ഥത്തിൽ ന്യൂ സെലസ്റ്റർ രജിസ്ട്രേഷൻ നമ്പറുള്ള വാഹനമായിരുന്നു. ന്യൂ സെലസ്റ്റർ എന്നുള്ള ആ വാഹനമാണ് ഇപ്പോൾ ഇതാ അവന് മുന്നിൽ കിടക്കുന്നത്. ആ വാഹനത്തിലെ ലൈസൻസ് പ്ലേറ്റ് കാണുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം അവന് ഉണ്ടാകേണ്ടതായിരുന്നു. അവൻ ആ കാര്യം ശ്രദ്ധിച്ചതേയില്ല. അതിനും അപ്പുറത്തേക്ക് ഡയറക്റ്റായി ഒരു കാര്യം അവന്റെ മുൻ ഭാര്യയുടെ സാന്നിധ്യത്തിൽ അറിഞ്ഞതാണ്. അവന്റെ മുൻ ഭാര്യ യാനിമി സണ്ണും അവളുടെ പുതിയ ഭർത്താവ് കഴ്സൺ റോജേഴ്സും ബ്ലാക്ക് കുടുംബം അവരുടെ കുടുംബത്തെ സഹായിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. യാനിമ സൂചിപ്പിച്ച ആ ബ്ലാക്ക് കുടുംബം യഥാർത്ഥത്തിൽ എമിലിയുടെ കുടുംബമാണെന്ന് ഇപ്പോഴാണ് മാർക്ക് മനസ്സിലാക്കുന്നത്. മാർക്ക് ശരിക്കും ഒന്ന് അമ്പരന്ന് പോയെങ്കിലും മാർക്ക് സെക്രട്ടറിയോട് പറഞ്ഞു, നോക്ക്, ഞാനിപ്പോ മിസ് എമിലി ബ്ലാക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുള്ള ആളാണ്. ഞാൻ താഴത്തെ പടിയിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ എന്നും ഞാൻ ആ പടിയിൽ തന്നെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ പടികൾ കയറും. ഞാൻ എമിലി ബ്ലാക്കിനൊപ്പം തന്നെ എത്തുകയും ചെയ്യും. അത് കേട്ടപ്പോൾ സെക്രട്ടറി അറിയാതെ ചിരിച്ചു പോവുകയാണ്. അയാൾ കൂടുതലൊന്നും പറയാതെ വാഹനത്തിലേക്ക് കയറി. അയാളുടെ മുഖത്ത് ഒരു വല്ലാത്ത പുഞ്ചിരിയുണ്ട്. ശരിക്കും ആളുകൾക്ക് സ്വപ്നം കാണാം, പക്ഷേ ആ സ്വപ്നത്തിന് ഒരു പരിധിയൊക്കെ വേണ്ടേ? ഇവിടെ ഈ രാജ്യത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കാൻ കപ്പാസിറ്റിയുള്ള ബ്ലാക്ക് കുടുംബത്തിന്റെ അനന്തരാവകാശിയാകുമെന്ന് സകലരും പ്രതീക്ഷിക്കുന്ന എമിലി ബ്ലാക്കിന് ഒപ്പമെത്താൻ ഇതാ ഈ ശുദ്ധവിധി ആഗ്രഹിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു ഭൂലോക തോൽവിയുമാണ്. അവനെ എത്താൻ അവൻ ആഗ്രഹിക്കുന്ന ആ അകലം, അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സെക്രട്ടറിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സെക്രട്ടറിയുടെ ചിരി സ്വാഭാവികമായിട്ടും ആ വാഹനത്തിലുള്ള മറ്റാളുകളിലേക്കും പടർന്നിട്ടുണ്ട്. ആ വാഹനം അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അവരെല്ലാവരും അറിയാതെ ചിരിച്ചു പോവുകയാണ്. അവർ തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്നുള്ള കാര്യം മാർക്കിനും അറിയാം. മാർക്ക് ചിരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിലേക്ക് കയറി. പക്ഷെ വീട്ടിലേക്ക് കയറിയ മാർക്കിന്റെ ചിരി ഒന്നുകൂടെ അങ്ങ് വലുതാവുകയാണ്. കാരണം അവിടെ ആ ചെറുപ്പക്കാർ കൊണ്ട് നിരത്തി വെച്ചിരിക്കുന്നത് ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള ഒരു കൂട്ടം വില കൂടിയ ഹെർബ്സാണ്. ആ ഔഷധ സസ്യങ്ങൾ കണ്ടതും മാർക്ക് അത് ഒന്നൊന്നായി എടുത്തുനിന്ന് മണപ്പിച്ച് നോക്കുകയാണ്. ശരിക്കും സ്പിരിച്വൽ എനർജിയുള്ള ഫ്രഷ് ആയിട്ടുള്ള ആ ഔഷധ സസ്യങ്ങൾ മാർക്കിനെ തെല്ലൊന്നുമല്ല അതിശയപ്പെടുത്തിയത്. ആ പാക്കറ്റുകൾ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച മാർക്ക് അവന്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. മാർക്ക് ഇപ്പോ സ്പിരിച്വൽ എനർജി റിഫൈനിങ് സ്റ്റേജ് നമ്പർ 1 നിൽക്കുകയാണ്. സ്പിരിച്വൽ എനർജി ഒരാളുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കാനുള്ള കഴിവിനെ നമ്മൾ അനവധി സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് അളക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ മാർക്ക് നിൽക്കുന്നത്. മാർക്കിന് ആ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കണം. അതിന് അവനെ സഹായിക്കാൻ സ്പിരിച്വൽ എനർജി വേണം. ആ സ്പിരിച്വൽ എനർജി ഒന്നുകിൽ ആ സ്പിരിച്വൽ എനർജി ഉള്ള സ്ഥലത്ത് നിന്ന് വലിച്ചെടുക്കണം, ഇല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി ഉള്ള എന്തെങ്കിലും വസ്തുക്കൾ അവന് ലഭിക്കണം. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് സ്പിരിച്വൽ എനർജി പെട്ടെന്ന് ലഭിക്കുന്ന ഗുളികകൾ ഉണ്ടാക്കാൻ ഹെർബ്സ് വാങ്ങാനായി അവൻ നേരത്തെ തീരുമാനിച്ചതും ഇപ്പോൾ ഇതാ ഹെർബ്സ് അവന് കിട്ടിയിരിക്കുന്നത്. ഇനി വേണ്ടത് ആ ഹെർബ്സിനെ ഗുളികയാക്കി മാറ്റുക എന്നുള്ളതാണ്. മാർക്ക് തലേദിവസം രാത്രി മുഴുവൻ
ആ ആൽക്കമി ടെസ്റ്റ് നന്നായി വായിച്ച് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഹെർബ്സിൽ നിന്ന് സ്പിരിച്വൽ എനർജി അക്യൂർ ചെയ്യുന്ന പിൽസ് ഉണ്ടാക്കുന്നതെന്ന് മാർക്ക് നോക്കി വെച്ചിരിക്കുകയാണ്. മാർക്ക് ഒരിക്കൽ കൂടി അതൊന്ന് റിഫ്രഷ് ചെയ്തു. അതിനുശേഷം അവൻ ആ ഹെർബ്സിനെ ഒരു ട്രീറ്റ്മെന്റിന് വിധേയമാക്കി തുടങ്ങി. ശരിക്കും ഒരു വലിയ പ്രോസസ്സാണ് മരുന്നുണ്ടാക്കുക എന്ന് പറയുന്നത്. ആ മരുന്നുണ്ടാക്കുന്ന പ്രോസസ്സിന് അനവധി ഉപകരണങ്ങൾ വേണം, അനവധി പാത്രങ്ങൾ വേണം. അവിടെ മാർക്കിന്റെ ആ വസതിയിലുള്ളത് സാധാരണഗതിയിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറെ പാത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളും ഒക്കെയാണ്. അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മാർക്ക് മരുന്നുണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മാർക്ക് മരുന്നുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ഉദ്യമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയാണ്. മാർക്ക് ഓരോ തവണ മരുന്നുണ്ടാക്കുന്ന ആ പരിപാടിയും വിജയിച്ചു എന്ന് കരുതുന്ന സമയത്ത് അതങ്ങ് പൊളിയും. മാർക്ക് പരാജയപ്പെടുമ്പോഴൊക്കെയും മാർക്ക് പുതിയ അറിവുകൾ നേടുന്നുണ്ട്. മാർക്ക് ആ മരുന്നുണ്ടാക്കാനുള്ള പരിപാടിയിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ സൺ കുടുംബത്തിൽ കഴ്സൺ റോജേഴ്സും യാമിനി സണ്ണും അവളുടെ അമ്മയും അവളുടെ അച്ഛനും ശരിക്കും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു അതിഥി വരുന്നത്. ശരിക്കും അയാൾ ഒരു ഇൻവിറ്റേഷൻ കാർഡുമായിട്ടാണ് വന്നത്. ആ ഇൻവിറ്റേഷൻ കാർഡ് കൊണ്ടുവന്ന വ്യക്തി ആ കാർഡ് ഏൽപ്പിച്ചിട്ട് മടങ്ങുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം ആ കുടുംബത്തിൽ ഒന്നുകൂടി ഉണ്ടാവുകയാണ്. ശരിക്കും ആ ഇൻവിറ്റേഷൻ കാർഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കുടുംബത്തിൽ നിന്നാണ്. കഴ്സൺ റോജേഴ്സ് തന്റെ കയ്യിലിരിക്കുന്ന ആ കാർഡിലേക്ക് നോക്കിക്കൊണ്ട് അവരോടൊക്കെ പറഞ്ഞു, ഹേയ് യാനിമ, ഇത് കണ്ട, ഞങ്ങൾ റോജേഴ്സ് കുടുംബത്തിനെ ബ്ലാക്ക് കുടുംബം ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. താൻ എടുത്ത തീരുമാനം ശരിക്കും ശരിയായെന്ന് ആ വാർത്ത കേട്ട യാനിമയ്ക്ക് പൂർണ്ണ ബോധ്യമായി. അവൾ അവളുടെ മുൻ ഭർത്താവായ മാർക്കിനെ അടിച്ച് പുറത്താക്കിയിട്ട് ആ കഴ്സനെ വിവാഹം കഴിച്ചതുകൊണ്ട് അവൾക്കിതാ ഒരു ലോട്ടറി അടിക്കുകയാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ടുള്ള റോജേഴ്സ് കുടുംബം ഇനി മിഡിൽ സിറ്റിയിൽ ഒരു സംഭവമായി മാറും. മിഡിൽ സിറ്റിയിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി റോജേഴ്സ് കുടുംബം മാറുമ്പോൾ ആ റോജേഴ്സ് കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന കഴ്സന്റെ ഭാര്യയായ അവളുടെ സ്ഥാനം സമൂഹത്തിൽ ഏറ്റവും മുകളിലാകും. അക്കാര്യം അപ്പോഴേ യാനിമ ഉറപ്പിക്കുകയാണ്. യാനിമയുടെ മുഖത്ത് ശരിക്കും സന്തോഷങ്ങൾ പടന്നു വരുമ്പോൾ കഴ്സൺ ആ ഇൻവിറ്റേഷൻ ലെറ്റർ വന്ന കവറ് പൊട്ടിച്ചു. അവൻ അതിനുശേഷം ആ കത്ത് പുറത്തെടുത്തു. ആ കത്ത് പുറത്തെടുത്ത് കഴ്സന്റെ മുഖത്ത് ശരിക്കും ഒരു അമ്പരപ്പ്. ഹേയ് കഴ്സൺ, എന്തു പറ്റി? ഏയ് യാനിമ, ഇത് കണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് കഴ്സൺ ആ കത്ത് യാനിമയെ കാണിച്ചു. ആ കത്ത് രണ്ടുപേരെ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് കഴ്സൺ റോജേഴ്സ്, രണ്ട് യാനിമ സൺ. യാനിമ സണ്ണിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ബ്ലാക്ക് കുടുംബത്തിന് വേണ്ടി ബാങ്കറ്റ് സംഘടിപ്പിക്കുന്ന ആളുകൾ സാക്ഷാൽ യാനിമയ്ക്ക് കൂടി പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട യാനിമയുടെ സന്തോഷത്തിന് അതിരുകളില്ല എന്ന് തന്നെ പറയാം. യാനിമ സന്തോഷത്തോടുകൂടി കഴ്സണോട് ചോദിച്ചു, ഏയ് കിരി, നിങ്ങളാണോ എൻ്റെ പേര് കൂടി ഉൾക്കൊള്ളിപ്പിച്ചത്? യഥാർത്ഥത്തിൽ എങ്ങനെയാണ് യാനിമയുടെ പേര് ആ ലെറ്ററിൽ വന്നെന്ന് കഴ്സൺ റോജേഴ്സിനും ഒരു പിടിയില്ല. പക്ഷെ പെട്ടെന്ന് അയാൾ യാനിമയോട് പറഞ്ഞു, അതെ അതെ, ഞാനും ഈ ബ്ലാക്ക് കുടുംബവുമായി നല്ല ബന്ധമാണല്ലോ, അതുകൊണ്ട് ഞാൻ നിന്റെ പേര് കൂടി ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ കഴ്സൺ പറഞ്ഞതും അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് കഴ്സന്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു. ശരിക്കും വല്ലാത്തൊരു സന്തോഷം അവൾക്ക് ഉണ്ടാവുകയാണ്. ആ മിഡിൽ സിറ്റിയിലെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് അവർക്കും ഇതാ ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ സൺ കുടുംബത്തിന് ആ ബാങ്കറ്റിലേക്ക് ഒരു കാരണവശാലും പ്രവേശനം ലഭിക്കത്തില്ല. അവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് അത്തരം ഒരു ബാങ്കറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത്. ആ ബാങ്കറ്റിലേക്കാണ് ഇതാ യാനിമയെ പേരെടുത്ത് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ സന്തോഷം അവിടെ അങ്ങ് പടരുകയാണ്. ഈ വിവരം സൺ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളും അറിഞ്ഞു, അതോടൊപ്പം അവരുടെ പരിചയക്കാരും ഒക്കെ. അങ്ങനെ ആളുകളൊക്കെ അവിടേക്ക് വരികയാണ്. ശരിക്കും സൺ കുടുംബത്തിന്റെ അയൽക്കാരായ ആളുകൾക്ക് സൺ കുടുംബത്തോടൊപ്പം നിന്നാൽ അവർക്കും ഗുണമുണ്ടാവുമെന്ന് ഒരു തോന്നലുള്ളത് കൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. സൺ കുടുംബത്തിനെ ഇതാ ഈ രാഷ്ട്രത്തെ നയിക്കാൻ കപ്പാസിറ്റിയുള്ള ബ്ലാക്ക് കുടുംബം അവിടെ ബാങ്കറ്റ് പാർട്ടിയിലേക്ക് നേരിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. സൺ കുടുംബത്തിനകത്ത് ഈ ശൈലിയിൽ സന്തോഷം അങ്ങനെ അലയടിക്കുമ്പോൾ മാർക്കിന് മരുന്നുണ്ടാക്കാനുള്ള പ്രക്രിയയിൽ അവസാനം വിജയിച്ചു. 7 തവണ പരാജയപ്പെട്ടെങ്കിലും 8ാമത്തെ തവണ മാർക്ക് 5 ഗുളികകൾ ഉണ്ടാക്കിയെടുത്തു.
ശരിക്കും അവൻ ഉണ്ടാക്കിയ മരുന്നിനെ കുറുക്കിയെടുത്തപ്പോൾ 5 ഗുളികകളാകുകയായിരുന്നു. ആ 5 ഗുളികകളും മാർക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. മാർക്ക് ആ മേശപ്പുറത്ത് അവൻ കൊണ്ടുവച്ച ഗുളികയിലേക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെ ഒന്ന് നോക്കി. അവൻ ഇപ്പോൾ നിൽക്കുന്ന സ്പിരിച്വൽ എനർജി റിഫൈനിങ് സ്റ്റേജ് നമ്പർ 1 നിന്ന് റിഫൈനിങ് സ്റ്റേജ് 2 കടക്കാൻ അവനെ ആ ഗുളികകൾ സഹായിക്കുമോ ഇല്ലയോ? ആ ഒരു ചോദ്യമാണ് അവൻ്റെ മനസ്സിലുള്ളത്. അവൻ വായിച്ചെടുത്ത അറിവനുസരിച്ചാണെങ്കിൽ ആ ഗുളിക അവനെ അതിന് സഹായിക്കണം. മാർക്ക് വേറൊന്നും ആലോചിച്ചില്ല. ആ 5 ഗുളികളും ഒന്നൊന്നായി പതുക്കങ്ങ് വിഴുങ്ങി. ആ 5 ഗുളികളും വിഴുങ്ങിയതിനു ശേഷം മാർക്ക് തറയിൽ ഏതാണ്ട് കാലുകൾ ക്രോസ് ചെയ്ത് പത്മാസന ശൈലിയിൽ അങ്ങ് ഇരിപ്പുറങ്ങി. ശരിക്കും ധ്യാനത്തിലേക്ക് മാർക്ക് കടക്കുകയാണ്. ധ്യാനത്തിലേക്ക് കടന്ന മാർക്കിന്റെ ശരീരത്തിനുള്ളിലേക്ക് കടന്നിരിക്കുന്ന ആ 5 ഗുളികളും പക്ഷേ പ്രവർത്തിച്ചു തുടങ്ങിയാണ്. എന്താണ് തന്റെ ബോഡിക്കുള്ളിൽ നടക്കുന്നതെന്ന് മാർക്കിന് ഒരു പിടിയില്ല. പക്ഷെ അകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ശരിക്കും കുഞ്ഞു കുഞ്ഞു സ്ഫോടനങ്ങൾ അവന്റെ ബോഡിക്കുള്ളിൽ അനുഭവപ്പെടുകയാണ്. ശരിക്കും എന്തോ പൊട്ടിത്തെറിക്കും പോലെയൊക്കെയാണ് തോന്നുന്നത്. ആ പൊട്ടിത്തെറിയിൽ അവന്റെ ശരീരത്തിനകത്തുള്ളൊരു തരിപ്പുണ്ടാവുന്നുണ്ട്. ആ തരിപ്പ് ശരീരം മുഴുവൻ അങ്ങനെ വ്യാപിക്കുകയാണ്. മാർക്ക് ആ ധ്യാനത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ തരിപ്പിന്റെ ഭാഗമായ ഊർജ പ്രസാരണം അവന്റെ ബോഡി മുഴുവൻ അങ്ങ് വ്യാപിച്ചു. ശരിക്കും ആ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ആ ഊർജം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഗുളികയുടെ സ്ഫോടനം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഗുളികയുടെ സ്ഫോടനം, അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 4, അത് കഴിഞ്ഞ് 5 സ്ഫോടനങ്ങളാണ് അവന്റെ ബോഡിക്കുള്ളിൽ ഉണ്ടായത്. ആ 5 സ്ഫോടനങ്ങളും ഏതാണ്ട് ഒരേ ശൈലിയിലാണ് നടക്കുന്നത്. അവന്റെ ശരീരത്തിലൂടെ ഒരു ഊർജ്ജ പ്രസാരണം നടക്കുകയാണ്. ശരിക്കും ആ ഊർജം അവന്റെ ബോഡി മുഴുവൻ ആദ്യം വ്യാപിച്ചെങ്കിലും പിന്നീട് ഒരു റിവേഴ്സ് സംഭവിച്ചു. ആ ബോഡിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഊർജം തിരിച്ചു ഒഴുകുകയാണ്. ഒഴുകി അവന്റെ ആ 3 ഡാൻറ്റിൻ പോയിന്റുകളിലേക്കും ആ ഊർജം വന്ന് കേന്ദ്രീകരിച്ചു. പൊക്കിളിന്റെ താഴെയും നെഞ്ചിലും ഈ നെറ്റിയുടെ ഈ ഭാഗത്തുമുള്ള 3 പോയിന്റിലേക്ക് ആ ഊർജം വന്ന് കേന്ദ്രീകരിക്കുന്നത് ധ്യാനത്തിലിരിക്കുന്ന മാർക്കിന് കൃത്യമായി ബോധ്യമാകുന്നുണ്ട്. മാർക്ക് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആ ധ്യാനത്തിൽ തന്നെ മാർക്കിനെ ഇരിക്കുമ്പോൾ മാർക്കിന്റെ ശരീരം ഒന്ന് വിറച്ചു. ആ വിറയൽ ഏതാനും സെക്കൻഡുകൾ നേരം ഉണ്ടായിരുന്നു. അവന്റെ ശരീരത്തിലെ എല്ലുകളൊക്കെ ഒന്ന് ഒടിയുന്ന പോലെ ഒരു തോന്നൽ മാർക്കിനുണ്ടായി. ശരിക്കും ശരീരം ഒന്ന് കുടയുകയാണ്, സ്വയം കുടയുകയാണ്. അവന്റെ ദേഹത്തുള്ള സകല എല്ലുകളും ഞരമ്പുകളൊക്കെ ഒന്ന് കുടഞ്ഞതുപോലെ ഒരു ഫീല് മാർക്കിനുണ്ട്. ശരീരം ഒരു പിഴിച്ചിലിന് വിധേയമാകുകയാണ്. മാർക്ക് കണ്ണടച്ചു പിടിച്ച് നിശബ്ദനായി ആ ധ്യാനത്തിൽ ഇരിക്കുമ്പോഴേക്കും അവന്റെ ബോഡിയിൽ ഒരു മാറ്റം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മാർക്ക് കണ്ണു തുറന്നു. അവന് ഒരു പ്രത്യേക ഫീൽ അനുഭവപ്പെടുകയാണ്. താൻ കുറെ കൂടി ശക്തനായതുപോലെ ഒരു തോന്നലാണ് മാർക്കിനുള്ളത്. മാർക്കിന് അത് സ്വയം അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും തനിക്കൊരു കരുത്ത് കൂടിയതുപോലെ. മാർക്കിന് അവന്റെ ശക്തി കൂടിയോ ഇല്ലയോ എന്ന് അറിയണം. അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് മാർക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നേരം വെളുത്തു. നേരം വെളുത്തപ്പോൾ മാർക്ക് റെഡിയായി ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. മാർക്ക് ഉണ്ടാക്കുന്നത് നൂഡിൽസ് ആണ്. അത് ഉണ്ടാക്കാനുള്ള സാധനം മാത്രമേ തൽക്കാലം അവിടെ ഉള്ളൂ. മാർക്ക് ഒരു പരുവത്തിൽ ലേശം നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പുറത്തിറങ്ങി ഒന്ന് അവൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വാതിൽ തുറന്നത്. വാതിൽ തുറന്നതും മാർക്ക് ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അവൻ വാതിൽ തുറക്കുമ്പോൾ അവൻ കാണുന്നത് പടിക്കെട്ടിലേക്ക് കയറി വരുന്ന സാക്ഷാൽ എമിലി ബ്ലാക്കിനെയാണ്. എമിലി ബ്ലാക്കിനൊപ്പം ഒരു ചെറുപ്പക്കാരനുമുണ്ട്. എമിലി കണ്ടതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക് എന്താ രാവിലെ? മിസ് ബ്ലാക്ക് എന്താ രാവിലെ എന്നുള്ള മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ നടുങ്ങിയത് സാക്ഷാൽ എമിലിയാണ്. എമിലി ഒരിക്കൽ പോലും അവളുടെ പേരിനൊപ്പമുള്ള സർനെയിം ബ്ലാക്ക് ആണെന്ന് മാർക്കിനോട് പറഞ്ഞിട്ടേയില്ല. പക്ഷേ പെട്ടെന്ന് അവളെ മിസ് ബ്ലാക്ക് എന്ന് പറഞ്ഞ് മാർക്ക് സംബോധന ചെയ്ത് കേട്ടതും എമിലി മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക്, ഇതെങ്ങനെ അറിഞ്ഞ്? മിസ് എമിലി, സോറി, സത്യത്തിൽ ഞാൻ ആദ്യമേ അറിഞ്ഞിരുന്നില്ല. ഏയ് മാർക്ക്, അത് വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എമിലി പതുക്കെ മാർക്കിനെ തലയിൽ നിന്നും തട്ടിയിട്ട് മാർക്കുമായി വീട്ടിനകത്തേക്ക് കടന്നു. ശരിക്കും നല്ല സുഹൃത്തുക്കളുടെ ഒരു രീതിയാണ് അവരുടെ പെരുമാറ്റത്തിലുള്ളത്. മുറിയിൽ അവർ ഇരിപ്പുറപ്പിച്ചതും എമിലി മാർക്കിന്
കൂടെ വന്ന ആളെ പരിചയപ്പെടുത്തി. മാർക്ക് ഇദ്ദേഹം ഇനി മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യും. മിസ് ബ്ലാക്ക്, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? ഏയ് മാർക്ക്, ഇദ്ദേഹം ഒരു ബോഡി ഗാർഡാണ്. ഇനി മുതൽ മാർക്കിന് ആവശ്യമായ സംരക്ഷണം നൽകാൻ ഇദ്ദേഹം കൂടെ ഉണ്ടാവും. അത് കേട്ടതും മാർക്ക് എമിലിയോട് പറഞ്ഞു, ഏയ് അത് വേണ്ട, എനിക്ക് അങ്ങനെ ഒരു സംരക്ഷണത്തിന്റെ ആവശ്യമില്ല. ഏയ് മാർക്ക്, അങ്ങനെയല്ല, ഇദ്ദേഹം ചിൽറ്റൗണിൽ നിന്നാണ് വരുന്നത്. അവിടെ ഇദ്ദേഹം ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണ്. എമിലി വിശദീകരിച്ചതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, ഞാൻ സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ സേവനം വേണ്ടെന്ന് പറഞ്ഞത് ഇദ്ദേഹം അത്ര ശക്തനല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കമന്റാണ് മാർക്ക് പറഞ്ഞത്. മാർക്കിന്റെ കമന്റ് കേട്ട ആ സെക്യൂരിറ്റി കൊടുക്കാൻ വന്ന ബോഡി ഗാർഡ് ലേശം ഒന്ന് വല്ലതായി. അയാളുടെ മുഖം വിളർന്നത് സ്വാഭാവികമായിട്ട് എമിലി ശ്രദ്ധിക്കുകയും ചെയ്തു. എമിലി മാർക്കിനോട് ചോദിച്ചു, ഹേ മാർക്ക്, എന്താ പറഞ്ഞ, എനിക്ക് മനസ്സിലായില്ല. മിസ് എമിലി, ഇയാളുടെ കഴിവ് എൻ്റെ കഴിവിനേക്കാൾ മുകളിലാണെങ്കിലല്ലേ ഇയാളെ കൊണ്ട് എനിക്ക് ഉപയോഗം ഉണ്ടാവും. വളരെ വ്യക്തമാണ് ഇപ്പോൾ മാർക്ക് പറഞ്ഞ വാചകം. അത് കേട്ടതും ആ സെക്യൂരിറ്റിക്കാരൻ ദേഷ്യത്തോടെ മാർക്കിനോട് പറഞ്ഞു, ഏയ് എഗ്മാൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ വേണ്ടത്ര കഴിവില്ലാന്ന് തോന്നുന്നു. നിങ്ങളെന്താ എന്നെ വില കുറച്ച് കാണുകയാണോ? സുഹൃത്തെ, നിങ്ങൾ ഞാൻ വില കുറച്ച് കണ്ടതല്ല, നിങ്ങൾ എൻ്റെ അത്ര ശക്തനല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. വീണ്ടും ആ വിഡിത്തം തന്നെ പറയുകയാണോ? എന്നെപ്പോലൊരാളെ നേരിടാനുള്ള എന്തെങ്കിലും ശക്തി നിനക്കുണ്ടോ? എന്നിട്ട് നീ എന്നോട് എന്തായി പറയുന്നത്? ആ സെക്യൂരിറ്റിക്കാരന് എമിലിയുടെ മുന്നിൽ വെച്ച് മാർക്കിനോട് കാര്യങ്ങൾ പറയാൻ ഒരു മടിയുണ്ട്. എന്നാലും അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് വീണ്ടും അയാളോട് പറഞ്ഞു, നോക്കൂ സുഹൃത്തെ, നിങ്ങൾ ദുർബലനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എൻ്റെ അത്ര ശക്തിയില്ലെന്നാ ഞാൻ പറഞ്ഞത്. വീണ്ടും മാർക്ക് അതേ വാചകം ആവർത്തിച്ചതും ആ സെക്യൂരിറ്റിക്കാരൻ എമിലിയോട് പറഞ്ഞു, മാഡം ക്ഷമിക്കണം, എനിക്ക് എൻ്റെ ശക്തി ഇയാളെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ഏയ് അതൊന്നും വേണ്ട. എമിലിക്ക് മാർക്കിനെ ആരും ഉപദ്രവിക്കുന്നത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എമിലി അതുകൊണ്ട് ആ സെക്യൂരിറ്റിക്കാരനോട് അങ്ങനെ തീർത്തു പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, സാരമില്ല, അയാളുടെ ആഗ്രഹം നടക്കട്ടെ, എനിക്കും എൻ്റെ ശക്തി ഒന്ന് പ്രകടിപ്പിക്കാമല്ലോ. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ എമിലിയുടെ മുഖത്ത് ശരിക്കൊരു കൗതുകമുണ്ട്. എമിലി കൗതുകത്തോടെ മാർക്കിനൊന്ന് നോക്കിയിട്ട് ആ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞു, പക്ഷെ മാർക്കിന് പരിക്കേൽക്കരുത്. മാർക്കിനെ നേരിടുന്നത് കൊള്ളാം, പക്ഷെ മാർക്കിന് ഒരു തരത്തിലുള്ള പരിക്കും ഉണ്ടാകരുത്. അത് എമിലിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. എമിലി ആ കാര്യം ആ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞതും സെക്യൂരിറ്റിക്കാരൻ അങ്ങനെ തന്നെ സമ്മതിച്ചു. സെക്യൂരിറ്റിക്കാരൻ അതിനുശേഷം മാർക്കിനോട് പറഞ്ഞു, ഓക്കെ നമുക്ക് നോക്കിയാലോ. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക് സുഹൃത്തെ, വേണോ? എന്താ നിങ്ങൾക്ക് പേടിയാണോ? ഏയ് പേടിയുണ്ടല്ല, എൻ്റെ പഞ്ച് താങ്ങാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. മാർക്ക് വീണ്ടും ആ ശൈലി പറഞ്ഞപ്പോൾ ശരിക്കും ആ സെക്യൂരിറ്റിക്കാരൻ്റെ ദേഷ്യം അങ്ങനെ ഇരച്ചു കയറുകയാണ്. അയാൾ കൂടുതലൊന്നും ആലോചിക്കാതെ ഒരൊറ്റ കുതിപ്പ്. അയാൾ അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോൾ എമിലി പെട്ടെന്ന് തിരിഞ്ഞ് മാർക്കിനെ നോക്കി. മാർക്ക് നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്, അനങ്ങുന്നില്ല. എമിലി തിരിഞ്ഞ് ആ സെക്യൂരിറ്റിക്കാരനെ നോക്കുമ്പോഴേക്കും ആ സെക്യൂരിറ്റിക്കാരൻ മാർക്കിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അയാളുടെ വലത് കൈ കൊണ്ട് ഒരു ഒറ്റ ഇടി മാർക്കിന്റെ നെഞ്ച് ലക്ഷ്യമാക്കിയാണ് അയാൾ ഇടിക്കുന്നത്. അയാൾ കൈ നിവർത്തി മാർക്കിനെ ഇടിക്കുന്ന കണ്ടതും എമിലി സ്റ്റോപ്പ് എന്ന് പറയാനായി വാ തുറന്നതും എമിലിയുടെ കൺകോണിലൂടെ എമിലി ആ കാഴ്ച കണ്ടു. ആ സെക്യൂരിറ്റിക്കാരന്റെ കൈ അവന്റെ നെഞ്ചിന് നേരെ വന്നതും മാർക്ക് ഒന്ന് ഒഴിഞ്ഞു. ശരിക്കും അലസമായിട്ട് അയാൾ ഒഴിയുകയാണ്. അലസമായി ഒഴിഞ്ഞ അയാൾ ഒന്ന് ഒഴിഞ്ഞ മാർക്ക് ഒന്ന് തിരിഞ്ഞ് ഇടത് കൈ കൊണ്ട് ഒരൊറ്റ ഇടി. വലത് കൈ കൊണ്ട് മാർക്കിനെ പഞ്ച് ചെയ്ത ആ ബോഡി ഗാർഡിന്റെ കവിളിലേക്ക് തന്നെ മാർക്കിന്റെ ഇടത് കൈ പതിഞ്ഞു. ആ ഇടി ആ സെക്യൂരിറ്റിക്കാരന്റെ കവിളിൽ പതിച്ചതും അയാൾ ആ സോഫയ്ക്ക് മുകളിലൂടെ ഏതാണ്ട് കറങ്ങി ഏതാനും സ്റ്റെപ്പ് പുറകിലായി തറയിൽ വന്ന് വൻ ശബ്ദത്തോടെ വീഴുകയാണ്. ആ കാഴ്ച കണ്ട എമിലി അറിയാതെ വാ പൊത്തിപ്പോവുകയാണ്. ശരിക്കും അവള് അമ്പരന്ന് പോയിരിക്കുകയാണ്. തറയിലേക്ക് വീണ ആ സെക്യൂരിറ്റിക്കാരന്റെ വായിലൂടെ രക്തം ഒലിക്കുന്നത് മാർക്ക് കണ്ടു. മാർക്ക് ഓടി അയാളുടെ അടുത്ത് വന്നു. സുഹൃത്തെ, സോറി, ഞാൻ ഇടിച്ചതിന്റെ ശക്തി അല്പം കൂടിയൊന്ന് സംശയം.
മാർക്ക് അവന്റെ ശക്തിയുടെ ഏതാണ്ട് 4/1 ശക്തി കൊടുത്താണ് ആ സെക്യൂരിറ്റിക്കാരനെ ഇടിച്ചത്. അത്രയും ശക്തി കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് ആ വീണ് കിടക്കുന്ന സെക്യൂരിറ്റിക്കാരനെ കണ്ടപ്പോൾ മാർക്കിന് ഒരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ പറഞ്ഞത്. മാർക്ക് അയാളെ പിടിച്ചെടിയിപ്പിച്ച് ഒരു കസര കൊണ്ടുവന്നിരുത്തി. സുഹൃത്തെ, സോറി, പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇപ്പോൾ ഒരു മരുന്നുണ്ടാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, ഒരു 30 മിനിറ്റ്, അതിനിടയിൽ ഞാനൊരു മരുന്നുണ്ടാക്കാം. തലേദിവസം അവന്റെ കയ്യിൽ കിട്ടിയ ആ ഹെർബ്സിന്റെ ബാലൻസ് ചെടികളിൽ നിന്ന് അവൻ അതിവേഗം ഒരു മരുന്നുണ്ടാക്കി. ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയപ്പോൾ തന്നെ മാർക്ക് ഗുളിക ഉണ്ടാക്കിയെടുത്തു. ആ ഗുളികയുമായി ആ ചെറുപ്പക്കാരൻ്റെ അടുത്തെത്തിയ മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, പേടിക്കണ്ട കേട്ടോ, ഇതങ്ങ് കഴിച്ചാൽ മതി, അകത്തുള്ള മുറിവൊക്കെ ഉടൻ ഉണങ്ങിക്കൊള്ളും, പരിക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് ആ ഗുളിക മാർക്ക് അയാൾക്ക് കൊടുത്തു. അയാൾ ഉടൻ തന്നെ ആ ഗുളിക കഴിച്ചു. ആ ഗുളിക കഴിച്ച് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മാറ്റം അയാളുടെ ബോഡിക്കുള്ളിൽ ഉണ്ടായി. ശരിക്കും അകത്ത് ഒരു ഊർജ പ്രവാഹം ഉണ്ടാകുന്നത് അയാൾക്ക് അറിയാം. ഒരു ഹീലിംഗ് ഇഫക്റ്റ് ബോഡിക്കുള്ളിൽ എല്ലാം അനുഭവപ്പെടുകയാണ്. അയാളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇഞ്ചുറി പെട്ടെന്ന് ഭേദമായതുപോലെ ഒരു തോന്നൽ ആ സെക്യൂരിറ്റിക്കാരനുണ്ടായി. ആ തോന്നലുണ്ടായതും അയാൾ ആ സീറ്റിൽ നിന്ന് എണീറ്റു. അയാൾ കൈയൊക്കെ ഒന്ന് എടുത്തു. ശരിയാ, കൈ കാലൊക്കെ അനങ്ങുന്നുണ്ട്. അയാളുടെ ആ ഇഞ്ചുറി അതിവേഗമാണ് മാറിയിരിക്കുന്നത്. അത് കണ്ടതും ആ സെക്യൂരിറ്റിക്കാരൻ സന്തോഷത്തോടുകൂടി മാർക്കിനോട് പറഞ്ഞു, ഹേയ് യങ്മാൻ, സോറി കേട്ടോ, സത്യമായിട്ടും ഞാനാണ് നിങ്ങളെ വില കുറച്ച് കണ്ടത്. ഹേയ് അങ്ങനെയല്ല, ഞാനാ സോറി പറയേണ്ടത്. എനിക്കറിയാമായിരുന്നു എൻ്റെ ഇടി നിങ്ങൾ താങ്ങില്ലെന്ന്. ഞാൻ കുറച്ചുകൂടി ശക്തി കുറച്ച് നിങ്ങൾ ഇടിക്കേണ്ടതായിരുന്നു. മാർക്ക് അപ്പോഴും സോറി പറഞ്ഞു കണ്ടപ്പോൾ ശരിക്കും ആ സെക്യൂരിറ്റിക്കാരന് ഒരു വല്ലാത്ത അടുപ്പം മാർക്കിനോട് തോന്നുകയാണ്. മാർക്കിനോട് അയാൾ ചിരിച്ചുകൊണ്ട് വീണ്ടും സോറി പറഞ്ഞപ്പോൾ എമിലി അയാളോട് പറഞ്ഞു, ഓക്കെ, ഇനിയിപ്പോ മാർക്കിന് നിങ്ങളുടെ ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എമിലി അയാളെ അവിടെ നിന്ന് ഒഴിവാക്കി. ആ ബോഡി ഗാർഡ് പോയി കഴിഞ്ഞതും എമിലി മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, നിങ്ങൾ സത്യമായിട്ടും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണല്ലേ? ഹേയ് അങ്ങനെയൊന്നും അല്ല. മാർക്ക്, ഞാൻ ഒരു കാര്യം ചോദിച്ച സത്യം പറയണം. മിസ് എമിലി ചോദിച്ചോളൂ. അല്ല, മാർക്കിന്റെ മുൻ ഭാര്യ എന്തേ മാർക്കിന്റെ ഈ നല്ല ഗുണങ്ങളൊക്കെ അറിയാതെ പോയി? മാർക്ക് ഒരു അടിപൊളി ആൽക്കമിസ്റ്റ് ആണെന്നും ഒരു ഡോക്ടർ ആണെന്നും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നും ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എമിലിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തേ മുൻ ഭാര്യ യാനിമേ സണ്ണിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാതെ പോയി? അതാണ് എമിലിയുടെ ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോൾ ഒരു നാണം മാർക്കിന്റെ മുഖത്തേക്ക് വന്നു. അത് ശ്രദ്ധിച്ച എമിലി മാർക്കിനോട് ചോദിച്ചു, ഹേയ് മാർക്ക്, ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മുൻ ഭാര്യ ഇഷ്ടമാണല്ലേ? എമിലിയുടെ ആ ഡയറക്റ്റായുള്ള ചോദ്യം കേട്ടപ്പോൾ മാർക്ക് ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി. അതിനുശേഷം അയാൾ എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, സത്യമായിട്ടും ഡിവോഴ്സ് ആകുന്നവരെയും എനിക്ക് എൻ്റെ ഭാര്യയെ വലിയ ഇഷ്ടമായിരുന്നു. ഈ ഭൂമിയിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടതും എൻ്റെ ഭാര്യയാണ്. പക്ഷേ ഞാൻ ആ കിസിനൊപ്പം എൻ്റെ ഭാര്യയെ കണ്ട ആ നിമിഷത്തിൽ ഞാൻ അവളെ വെറുത്തു തുടങ്ങിയായിരുന്നു. ഇപ്പോൾ എനിക്ക് അവളോട് ഒരു ഫീലിംഗുമില്ല. അവളെ കാണുന്ന പോലും എനിക്കിപ്പോൾ വെറുപ്പാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും എമിലി മാർക്കിനോട് ചോദിച്ചു, അപ്പോൾ മാർക്ക് എന്നോടോ? പെട്ടെന്നുള്ള എമിലിയുടെ ചോദ്യം കേട്ടപ്പോൾ മാർക്ക് ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. മാർക്ക് അമ്പരപ്പോടെ എമിലിയോട് ചോദിച്ചു, അല്ല മിസ് എമിലി എന്താ ചോദിച്ചേ? ഹേയ് ഞാൻ വെറുതെ ചോദിച്ചതാ. പെട്ടെന്ന് എമിലി ആ വിഷയം ഒന്ന് മാറ്റി. മാർക്കിന് യാനിമയോട് തോന്നിയ അതേ ഇഷ്ടം എമിലിയോടും തോന്നുന്നുണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ എമിലി ചോദിച്ചത്. പക്ഷെ ആ ചോദ്യം വ്യക്തമാക്കാൻ നിൽക്കാതെ എമിലി ആ ചോദ്യം പകുതി വെച്ച് കട്ട് ചെയ്തതാണ്. എമിലി മാർക്കിനോട് യാത്ര പറഞ്ഞിറങ്ങി. എമിലി പോയി കഴിഞ്ഞപ്പോൾ മാർക്ക് ആ കാര്യം ഉറപ്പിച്ചു. അവൻ സ്പിരിച്വലോളജി റിഫൈനിങ് സ്റ്റേജിന്റെ 2ാം സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു വൻ കുതിച്ചു ചാട്ടമാണ് തൻ്റെ കപ്പാസിറ്റിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മാർക്കിന് ഉറപ്പായിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് 3rd സ്റ്റേജിലേക്ക് കടക്കാനായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ ആ ലൈബ്രറി അങ്ങനെ അങ്ങ് പരതി തുടങ്ങി. ആ പകൽ മുഴുവൻ മാർക്ക് പൂർണ്ണമായും അവൻ്റെ ലൈബ്രറിക്കകത്തിന് കഴിയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് മിഡിൽ സിറ്റിയിൽ
ഒരു വലിയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ് ബ്ലാക്ക് കുടുംബം വെച്ചിരിക്കുന്ന ആ ബാങ്കറ്റ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് കുടുംബം മിഡിൽ സിറ്റിയിൽ ഒരു കൂറ്റൻ ബംഗ്ലാവ് വാങ്ങിച്ചിരിക്കുകയാണ്. ആ വസതിയിലെ വലിയ ഹാളിലാണ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നത്. മിഡിൽ സിറ്റിയിലെ ഏറ്റവും വലിയ വസതികളിൽ ഒന്നാണ് ബ്ലാക്ക് കുടുംബം വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത മിഡിൽ സിറ്റിയിൽ ശരിക്കും ചർച്ചാ വിഷയമായിട്ടുണ്ട്. മിഡിൽ സിറ്റിയിലെ ആളുകൾ ബ്ലാക്ക് കുടുംബത്തിന്റെ ആ വസതി വാങ്ങലും ബിസിനസ് ആക്ടിവിറ്റീസും ഒക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. എന്തായാലും മിഡിൽ സിറ്റിയിൽ ബിസിനസ് നടത്താൻ കുറേയേറെ പാർട്ട്നേഴ്സ് ബ്ലാക്ക് കുടുംബത്തിന് വേണ്ടി വരും. ആരെയൊക്കെ ആയിരിക്കും അവർ പാർട്ട്ണറാക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച നടക്കുന്നത്. ആ ബാങ്കറ്റ് പാർട്ടിയിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളൊക്കെയും ഇൻവിറ്റേഷൻ കിട്ടിയ ആളുകളുമായി അടുപ്പമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സൺ കുടുംബവുമായി അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ അടുപ്പമുണ്ടാക്കുന്നത്. അതേ അടുപ്പം റോജേഴ്സ് കുടുംബവുമായി ബന്ധിപ്പിച്ചും അവിടെയുള്ള ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഫാമിലിയിലും ആ സംഭവങ്ങൾ നടക്കുകയാണ്. ഇതിനിടയിൽ പിറ്റേ ദിവസം നേരം പുലർന്നു. രാവിലെ ഏകദേശം ഒരു 9 മണിയാകും. ആ സമയത്താണ് മാർക്കിന് ഒരു ഫോൺ കോൾ വരുന്നത്. ഫോണിൽ എമിലിയാണ്. എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് മെയിൻ റോഡിലേക്ക് വാ. മിസ് എമിലി എന്തിനാണ്? അതൊക്കെ ഉണ്ട്, വേഗം വാ. അങ്ങനെ എമിലി പറഞ്ഞതും മാർക്ക് വീട് പൂട്ടി മെയിൻ റോഡിലേക്ക് വന്നു. അവിടെ അവൻ വരുമ്പോൾ എമിലിയുടെ കാറ് അവിടെ കിടപ്പുണ്ട്. കാറിനടുത്ത് മാർക്ക് എത്തിയതും എമിലി മാർക്കിനോട് പറഞ്ഞു, കാറി കയറ്. എമിലി പറഞ്ഞാൽ എന്തും ചെയ്യും എന്നുള്ളതാണ് മാർക്കിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ മാർക്ക് കൂടുതലൊന്നും ചോദിക്കാതെ കാറിനകത്തേക്ക് കയറി. ആ കാറ് മാർക്കിനെയും കൊണ്ട് ചെന്ന് നിന്നത് ഒരു വലിയ ഷോപ്പിംഗ് മാളിലാണ്. എമിലി എന്താ ഇവിടെ? മാർക്ക് അങ്ങനെ ചോദിച്ചതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ. മാർക്കിനെ വിളിച്ചുകൊണ്ട് എമിലി ചെന്നത് പുരുഷന്മാരുടെ ഡ്രസ്സുള്ള മേഖലയിലേക്കാണ്. അവിടേക്ക് തന്നെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ തന്നെ മാർക്കിന് കഥ മനസ്സിലായി. മാർക്ക് അമ്പരപ്പോടെ എമിലി നോക്കുന്നുണ്ടതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇന്ന് ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷനിൽ മാർക്ക് പങ്കെടുക്കുന്നുണ്ട്. മിസ് എമിലി, ഞാൻ അതേന്ന് ആ ഫംഗ്ഷനിൽ മാർക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഡ്രസ്സ് ഇടണം. അങ്ങനെ പറഞ്ഞ എമിലി മാർക്കിന് വേണ്ടി അതിമനോഹരമായ ചില ഡ്രസ്സുകളാണ് സെലക്ട് ചെയ്തത്. ഏകദേശം 10 മണിയായപ്പോഴത്തേക്കും പുതിയ ഡ്രസ്സ് അണിഞ്ഞ മാർക്ക് കണ്ണാടിയിൽ അവനൊന്ന് നോക്കിയപ്പോൾ അവൻ പോലും ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാർക്കിനുള്ള ഏക പ്രത്യേകത കാണാൻ നല്ല വൃത്തിയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആ പുതിയ കോട്ടും സ്യൂട്ടിലേക്ക് അവൻ കടന്നപ്പോൾ ശരിക്കും അവനെ കണ്ട അവൻ പോലും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. കണ്ണാടിയിൽ കാണുന്ന മാർക്കിനെ തന്നെ മാർക്ക് അമ്പരന്ന് നോക്കുമ്പോൾ തൊട്ട് പുറകിലെത്തിയ എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ ശരിക്കും ഹാൻസം ആണ് കേട്ടോ. താങ്ക് യു എമിലി. അങ്ങനെ പറയാനല്ലേ മാർക്കിന് പറ്റൂ. മാർക്കും എമിലിയും കൂടി അവിടെ നിന്ന് നേരെ എത്തിയത് മാർക്കിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അതിന്റെ കാരണം മാർക്കിന് വേണ്ടി എമിലി കുറെ ഏറെ ഡ്രസ്സ് വാങ്ങിച്ചതാണ്. ആ ഡ്രസ്സൊക്കെ മാർക്കിന്റെ വീട്ടിൽ വെച്ചതിന് ശേഷം മാർക്കും എമിലിയും കൂടി നേരെ ബാങ്കറ്റ് ഹാളിലേക്ക് വന്നു. ബാങ്കറ്റ് ഹാളിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കും എമിലിയും കൂടി ആ ഹാളിലേക്ക് കടക്കുന്നത്. വളരെ വിഭവസമൃദ്ധമായ ആഹാരമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ബാങ്കറ്റ് ഹാളിലേക്ക് കടന്ന മാർക്ക് ലേശം അസ്വസ്ഥതയോടെ അകത്തുള്ള ആളുകളേക്ക് നോക്കുകയാണ്. അകത്ത് അവൻ കാണുന്നത് സമൂഹത്തിലെ നിലയും വിലയുമുള്ള ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന് ഒരു ചമ്മലുണ്ട്. ഇതുവരെ ആ ശൈലിയിലുള്ള ആളുകളോട് സംസാരിക്കാനോ അവരുള്ള ഭാഗത്തേക്ക് പോകാനോ ഒരു അവസരം പോലും കിട്ടാത്ത ആളാണ് മാർക്ക്. ആ മാർക്കിത അവർക്കൊപ്പം അവരുള്ള അതേ ബാങ്കറ്റ് ഹാളിൽ നിൽക്കുകയാണ്. അതിൻ്റെതായ ഒരു ചമ്മൽ മാർക്കിനുണ്ട്. മാർക്കിന് അങ്ങനെ ഒരു ചമ്മലുണ്ടെന്ന് മനസ്സിലാക്കി എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നോക്ക്, ഈ പാർട്ടി സംഘടിപ്പിക്കുന്നത് നമ്മളാണ്. ആ പാർട്ടി സംഘടിപ്പിക്കുന്നത് ഞാനാണ് എന്നല്ല എമിലി പറഞ്ഞത്. അതിനു പകരം എമിലി ഉപയോഗിച്ച വാചകം നമ്മളാണെന്നാണ്. എമിലിയും അതുപോലെ മാർക്കും ചേർന്നാണ് ആ പാർട്ടി സംഘടിപ്പിക്കുന്നതെന്നാണ് എമിലി പറഞ്ഞതിന്റെ അർത്ഥം. ശരിക്കും ആ വാക്ക് വല്ലാത്തൊരു ഊർജം മാർക്കിന് ഉണ്ടാക്കുകയാണ്. മാർക്കിന്റെ മുഖത്ത് ഒരു സന്തോഷം പടർന്ന അതേ നിമിഷത്തിൽ മാർക്ക് മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ആ ബാങ്കറ്റ് ഹാളിലേക്കുള്ള വാതിലിലൂടെ ഒരു ജോഡി അകത്തേക്ക് വരുന്നത്. അവര് കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വരുന്നത് സാക്ഷാൽ യാമിനി സണ്ണും കഴ്സൺ റോജേഴ്സുമാണ്. ആ ഹാളിനകത്തേക്ക് കടന്ന കഴ്സനും യാമിനിയും അകത്തേക്ക് കടന്ന ആ നിമിഷത്തിൽ തന്നെ മാർക്കിനെ കാണുകയും ചെയ്തു. മാർക്കിനെ കണ്ടതും യാമിനി കഴ്സനോട് ചോദിക്കുകയും ചെയ്തു, ഇവനെങ്ങനെ ഇതിനകത്ത് കടന്നു? അതാ യാമിനി എനിക്ക് മനസ്സിലാകത്തത്. എന്നാലും നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാം.
അങ്ങനെ പറഞ്ഞുകൊണ്ട് കഴ്സൺ യാമിനിക്കൊപ്പം മാർക്കും എമിലി നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു. ആ ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ കഴ്സന്റെ മുഖം ആകെ മാറുകയാണ്. ശരിക്കും ഒരു അത്ഭുതം കഴ്സനുണ്ട്. അതിന്റെ കാരണം മാർക്കിനൊപ്പമുള്ള ആ സുന്ദരിയാണ്. ശരിക്കും ആ ഹാളിലുള്ള ആരെക്കാളും സുന്ദരിയാണ് ആ സ്ത്രീ. അക്കാര്യത്തിൽ കഴ്സന് സംശയമൊന്നുമില്ല. കഴ്സന് അങ്ങോട്ട് സഹിക്കുന്നില്ല. അക്കൊരു വല്ലാത്ത അസൂയ തോന്നുകയാണ്. ഈ മാർക്ക് എങ്ങനെയാ ഈ സുന്ദരിയുമായി കമ്പനി അടിച്ചത്? ഒരു തരത്തിലും കഴ്സനുമായി കമ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് മാർക്ക്. ആ മാർക്ക് ഇതാ ആരും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു സുന്ദരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അവർ സംഭാഷണം കാണുന്ന ആർക്കും അറിയാം അവർക്ക് തമ്മിൽ നല്ല അടുപ്പമുണ്ടെന്ന്. കഴ്സനും അതുപോലെ യാനിമയും നടന്ന് മാർക്കിന്റെ അടുത്തെത്തി. മാർക്കിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോഴും കഴ്സന്റെ കണ്ണുകൾ പൂർണ്ണമായും മാർക്കിനൊപ്പമുള്ള ആ സുന്ദരിയിലാണ്. ഒരു വെളുത്ത ഗൗൺ അണിഞ്ഞിരിക്കുന്ന ആ സുന്ദരി ശരിക്കും ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീ തന്നെയാണ്. അതിസുന്ദരിയായ ആ പെണ്ണിനെ നോക്കി അവിടെ എത്തിയ കഴ്സൺ മാർക്കിനെ നോക്കുമ്പോഴേക്കും യാനിമ മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, നീ എങ്ങനെ എവിടെ എത്തിയ? യാനിമ, നീ എങ്ങനെ എത്തിയോ അതുപോലെ തന്നെയാണ് ഞാനും എത്തിയത്. എനിക്ക് മനസ്സിലായി, ഇതുപോലുള്ള അലവലാതി പെണ്ണുങ്ങളെ കിട്ടിയ ആർക്കാ എത്താൻ പറ്റത്തല്ലേ? ഏതോ ഒരു അലവലാതി പെണ്ണുമായി കമ്പനി അടിച്ച മാർക്ക് എങ്ങനെയോ അവളുടെ സ്വാധീനത്താൽ അവിടേക്ക് കടന്നു കയറിയിരിക്കുന്നതാണ്. യാനിമയുടെ ആ വാക്കുകൾ കേട്ടതും എമിലി യാനിമയോട് പറഞ്ഞു, സ്വന്തം സ്വഭാവം എപ്പോഴും ഈ ശൈലിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ലതല്ല. ആരാണ് അലവലാതി എന്ന് പറയാതെ പറയുകയാണ് എമിലി. അങ്ങനെ പറഞ്ഞിട്ട് എമിലി തിരിയാൻ പോയതും കഴ്സൺ എമിലിയോട് പറഞ്ഞു, ഹലോ, എൻ്റെ പേര് കഴ്സൺ എന്നാണ്, ഞാൻ റോജേഴ്സ് കുടുംബത്തിൽ നിന്നാണ്. ഞങ്ങൾ ഈ ബ്ലാക്ക് കുടുംബവുമായി തയ്യപ്പുണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ ബ്ലാക്ക് കുടുംബവുമായി ബന്ധം ഉണ്ടാക്കാൻ പറ്റും. വളരെ താല്പര്യപൂർവ്വം കഴ്സൺ അങ്ങനെ പറയുമ്പോൾ യാനിമ കഴ്സണോട് പറഞ്ഞു, ഹേയ് കിരി, ഈ അലവലാതിയോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? വീണ്ടും യാനിമ ഉപയോഗിച്ച പദം അത് തന്നെയാണ്. അത് കേട്ട എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് വേറെ ചില ആളുകളെ കാണേണ്ടതുണ്ട്, ഞാനിപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞിട്ട് എമിലി അവരുടെ അടുത്ത് നിന്ന് സ്റ്റേജിന്റെ ഭാഗത്തേക്ക് നടന്നു. സ്റ്റേജിന്റെ ഭാഗത്തേക്ക് നടക്കുന്ന എമിലിയെ തന്നെ നോക്കി നിൽക്കുകയാണ് കഴ്സൺ. കഴ്സനെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് കഴ്സണോട് പറഞ്ഞു, മിസ്റ്റർ കഴ്സൺ, നിങ്ങൾ ശരിക്കും പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത്. മാർക്ക്, നീ എന്താ അങ്ങനെ പറഞ്ഞു? അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവരുടെ അടുത്തുനിന്ന് മാറി ആഹാര സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ശരിക്കും മാർക്കിന് നല്ല വിശപ്പുണ്ട്. ബൊഫേ സിസ്റ്റം ആയതുകൊണ്ട് പ്ലേറ്റിൽ സാധനം എടുത്ത് എവിടെയെങ്കിലും നിന്ന് കഴിക്കുകയോ ഏതെങ്കിലും ടേബിളിനടുത്ത് വന്നിരിക്കുകയോ ചെയ്യും. ആളുകൾ പരസ്പരം പരിചയപ്പെടാനായി ആ അവസരം ഉപയോഗിക്കുന്നുണ്ട്. ഓരോ പ്ലേറ്റിലും സാധനം എടുത്ത് ആളുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാനാണ് ഇത്തരം ബാങ്കറ്റ് സംവിധാനം ആളുകൾ സ്വാഭാവികമായി ഉപയോഗപ്പെടുത്തുക. മാർക്കിന്റെ ലക്ഷ്യം അതൊന്നുമല്ല, പരമാവധി ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. സൺ ഫാമിലിയിൽ നിന്ന് അടിച്ച് പുറത്താക്കപ്പെട്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ മാർക്കിന്റെ ആഹാരം എന്ന് പറയുന്നത് ആ നൂഡിൽസ് മാത്രമാണ്. നൂഡിൽസിന് പകരം വേറെ വിഭവസമൃദ്ധമായ ഒരുപാട് ആഹാര സാധനങ്ങൾ കണ്ടപ്പോൾ മാർക്കിന്റെ ശ്രദ്ധ പൂർണ്ണമായി അതിലേക്ക് പതിഞ്ഞു. മാർക്ക് ആരെങ്കിലും തന്നെ നോക്കുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ ആ ആഹാര സാധനങ്ങൾ എടുക്കാനും കഴിക്കാനും തുടങ്ങി. അത് കണ്ടതും യാനിമ കഴ്സണോട് പറഞ്ഞു, കണ്ടില്ലേ ആ ഭൂലോക തോൽവിയുടെ പെരുമാറ്റം? ഒരു ബാങ്കർ ഹാളാണെന്നുള്ള ശ്രദ്ധ പോലും അവനില്ല. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്നത്. ആ ചെറുപ്പക്കാരനെ കണ്ടതും കഴ്സൺ ശരിക്കും സന്തോഷമായി. ഹേയ് ഫെലിക്സ്, നിങ്ങളും എത്തിയല്ലേ? കഴ്സൺ, നിങ്ങളിപ്പോഴുള്ള ആളുകൾ വരുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ വരാതിരിക്കും? അതെ അതെ, ഈ മിഡിൽ സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകന് എന്തായാലും ക്ഷണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. മിഡിൽ സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന ആളുടെ മകനാണ് അവിടെ എത്തിയിരിക്കുന്ന ഫെലിക്സ് ലോപ്പസ്. ഫെലിക്സ് ലോപ്പസും കഴ്സൺ തമ്മിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഫെലിക്സിനോടായി കഴ്സൺ ചോദിച്ചു, ഫെലിക്സ്, ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. മേയറും ഗവർണറും ഒക്കെ വന്ന ആ ബാങ്കറ്റിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാവും, അതെനിക്കറിയാം. എന്താണ് അതുമായി ബന്ധിപ്പിച്ച വിവരങ്ങൾ? ബ്ലാക്ക് കുടുംബത്തിന് വേണ്ടി ഗവർണറും അതുപോലെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ആളുകളും മേയറും ഒക്കെ ചേർന്ന് നടത്തിയ ആ പാർട്ടിയിൽ ഉറപ്പായും ചേംബർ ഓഫ് കോമേഴ്സിന്റെ തലപ്പത്തുള്ള ലോപ്പസ് കുടുംബത്തിലെ ആളുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അക്കാര്യം കഴ്സൺ നന്നായിട്ട് അറിയാം. കഴ്സന്റെ ചോദ്യം കേട്ടതും ഫെലിക്സ് പറഞ്ഞു, അവിടെ വേറെ രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയത് യഥാർത്ഥത്തിൽ ബ്ലാക്ക് കുടുംബത്തിന്റെ അനന്തരാവകാശി ആ ലേഡിയാണ്. ലേഡിയോ?
അതേന്ന് ബ്ലാക്ക് കുടുംബത്തിൻ്റെ കാരണവരുടെ ചെറുമകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഫെലിക്സ് കസ്റ്റനോട് പറഞ്ഞു, കസ്റ്റൻ, ഞാൻ ഒരു വാർത്ത എന്തായാലും അവിടെ വെച്ച് കേട്ടായിരുന്നു. ഫെലിക്സ്, എന്താ വാർത്ത? ഈ ബ്ലാക്ക് കുടുംബം ഇവിടെ മിഡിൽ സിറ്റിയിൽ ഒരു ചെറുപ്പക്കാരനെ അവതരിപ്പിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഫെലിക്സ് എന്താ ഉദ്ദേശിച്ച്? ചെറുപ്പക്കാരനെ അവതരിപ്പിക്കുന്നു? കസ്റ്റൻ, ഇവിടെ മിഡിൽ സിറ്റിയിൽ നിന്ന് ബ്ലാക്ക് കുടുംബം അവരുടെ ബിസിനസ് നോക്കി നടത്താൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനെ പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അവർ പ്രൊമോട്ട് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടത്. ഫെലിക്സ്, അയാൾ ബാങ്കറ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. കസ്റ്റൻ, അതല്ലേ രസം, അയാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അയാളെ കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടേക്ക് വന്നത്. ഇവിടെ ഇന്ന് ആ ചെറുപ്പക്കാരനെ അവതരിപ്പിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും ഒരു പുതിയ ഇൻഫർമേഷൻ കസ്റ്റന് മുന്നിൽ ഫെലിക്സ് അവതരിപ്പിക്കുകയാണ്. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് നിൽക്കുന്ന യാനിമ പെട്ടെന്ന് കസ്റ്റനോട് പറഞ്ഞു, കിരി, ചിലപ്പോ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കുമോ ആ ചെറുപ്പക്കാരൻ? മിഡിൽ സിറ്റിയിൽ ഏറ്റവും മിടുക്കൻ ആരെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ എല്ലാവരും പറയാൻ സാധ്യതയുള്ള ഉത്തരം ലോപ്പസ് കുടുംബത്തിലെ ഫെലിക്സ് ലോപ്പസിനെയാണ്. വളർന്നു വരുന്ന ഒരു ബിസിനസ് മാഗ്നറ്റായ കസ്റ്റൻ റോജേഴ്സും ചിലപ്പോൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അവർക്ക് പുറമെ അത്ര കപ്പാസിറ്റിയുള്ള വേറെ അധികം ചെറുപ്പക്കാരൊന്നും ഇല്ലെന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. കസ്റ്റൻ, ചിലപ്പോ ഇനി നമ്മളെ ആയിരിക്കോ സെലക്ട് ചെയ്യുന്നത്? യാനിമ പറഞ്ഞു കേട്ടപ്പോ അറിയാതെ ഫെലിക്സും അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അത് കേട്ടതും കസ്റ്റൻ ഫെലിക്സിനോട് പറഞ്ഞു, ഫെലിക്സ്, നിങ്ങളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും എന്നെ കൊണ്ടൊന്ന് പരിഗണിക്കണേ. കസ്റ്റൻ, അതിനെന്തെങ്കിലും സംശയമുണ്ടോ? ഇനി നിങ്ങളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെയും പരിഗണിക്കണം. ഫെലിക്സ്, അതിനെന്താ സംശയം? ശരിക്കും ആ രണ്ട് സുഹൃത്തുക്കളും ആ ശൈലിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാനിമയുടെ കണ്ണുകൾ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് തിരിയുന്നതും അവളുടെ മുഖം ഇരുളുന്നതും അവളുടെ കൂടെ നിൽക്കുന്ന ഫെലിക്സിന്റെ ശ്രദ്ധയപ്പെട്ടു. ഫെലിക്സ് യാനിമയോട് ചോദിച്ചു, എന്തു പറ്റി? നിങ്ങള് അത്ര സന്തോഷത്തിലല്ലോ? അതല്ല, ഒരു അലവലാതി ഈ മീറ്റിംഗിൽ കയറി പറ്റിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ ശൈലിയുള്ള സ്ത്രീകൾക്ക് എങ്ങനെയാ ഇവിടേക്ക് ക്ഷണം കിട്ടുന്നതാണ്. മിസ്റ്റർ ഫെലിക്സ്, നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കുടുംബമായിട്ട് നല്ല ബന്ധമല്ലേ? ആ ശൈലിയുള്ള സ്ത്രീകളെ ഇവിടുന്ന് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചുകൂടെ? യാനിമ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് കസ്റ്റനും അക്കാര്യം പറഞ്ഞപ്പോ കസ്റ്റനോടായി ഫെലിക്സ് ചോദിച്ചു, ഈ കൂട്ടത്തിലുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞ ആള്? ആരാ കക്ഷി? ഞാനൊന്ന് അറിയട്ടെ. അങ്ങനെ ഫെലിക്സ് പറഞ്ഞതും കസ്റ്റന്റെ വിരല് സ്റ്റേജിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആ വെളുത്ത വസ്ത്രധാരിയുടെ നേരെ തിരിഞ്ഞു. ആ വെളുത്ത ഗൗൺ അണിഞ്ഞിരിക്കുന്ന സ്ത്രീയിലേക്ക് കസ്റ്റന്റെ വിരൽ ചൂണ്ടപ്പെട്ടതും യാനിമ ഫെലിക്സിനോട് പറഞ്ഞു, അതെ, ആ അലവലതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കസ്റ്റന്റെ വിരൽ ചൂണ്ടപ്പെട്ട ദിശയിൽ ഒരു വെളുത്ത ഗൗൺ അണിഞ്ഞ സ്ത്രീ നിൽപ്പുണ്ട്. ശരിക്കും ഒരു സുന്ദരി അവിടെ നിൽക്കുന്നത്. ആ സ്ത്രീയെ കണ്ട ഫെലിക്സിന്റെ മുഖം ഒന്ന് വിളറി. ശരിക്കും അയാൾ ഞെട്ടിയെന്ന് പറയാം. അയാൾ അമ്പരപ്പോടെ കസ്റ്റനോട് ചോദിച്ചു, കസ്റ്റൻ, നിനക്ക് ആളെ മാറിയില്ലല്ലോ? ഇല്ലെന്ന്. അത് തന്നെയാള്. കസ്റ്റൻ, നീ എന്തായി പറയുന്നത്? അതാരെന്നറിയാവോ? അതാരാ? കസ്റ്റൻ, അതാണ് എമിലി ബ്ലാക്ക്. എമിലി ബ്ലാക്കോ? അതേന്ന് ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക് കുടുംബത്തിന് പ്രതിനിധീകരിച്ച് ഇവിടെ ഈ മിഡിൽ സിറ്റിയിൽ ബിസിനസ് ചെയ്യാൻ വന്നിരിക്കുന്ന ബ്ലാക്ക് കുടുംബത്തിന്റെ ആ ചെറുമകളിലെ അതാണ് ആ എമിലി. ആ എമിലി ബ്ലാക്കിനെ കുറിച്ചാണോ ഈ പറയുന്നത്? ശരിക്കും തലയിലേക്ക് ഇടിത്തി വീണ ഒരു പ്രതീതിയാണ് ഫെലിക്സിന്റെ ആ വാചകം കസ്റ്റന് ഉണ്ടാക്കിയത്. കസ്റ്റൻ മാത്രമല്ല ഞെട്ടിയത്, സാക്ഷാൽ യാനിമയും ഞെട്ടിയിരിക്കുകയാണ്. യാനിമയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലേ. ആ അലവലാതി അതായിരിക്കത്തില്ല. വീണ്ടും അവൾ ആ വാചകം ആവർത്തിച്ചതും ഫെലിക്സ് അവരോട് പറഞ്ഞു, എന്തായി പറയുന്നത്? ബാങ്കറ്റ് പാർട്ടിയിൽ ഞാനും ഉണ്ടായിരുന്നതാണ്. ഗവർണറും മേയറും ഒക്കെ അവർക്കൊപ്പം വൈൻ കഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞങ്ങൾക്കാർക്കും അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. മേയർ വൈൻ ഒഴിച്ച് അവർക്ക് കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അവർ തന്നെയാണ് എമിലി ബ്ലാക്ക്. ഫെലിക്സ് അങ്ങനെ തീർത്തു പറഞ്ഞിട്ട് കസ്റ്റനോട് പറഞ്ഞു, കസ്റ്റൻ, നിങ്ങൾ സത്യമായിട്ടും മിസ് ബ്ലാക്കുമായി ഉടക്കിയോ? ഫെലിക്സിന്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ കസ്റ്റൻ നിന്ന് പരിങ്ങുകയാണ്. അല്ല ഫെലിക്സ്, ഞാൻ അങ്ങനെ നോക്ക്, ഞാനും നിങ്ങളും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. നമ്മുടെ ബന്ധമെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഫെലിക്സ്, അങ്ങനെ പറയരുത്. എന്നെ ഒന്ന് രക്ഷിക്കണം. സത്യമായിട്ടും അറിയാതെ സംഭവിച്ചു പോയതാണ്. നോക്ക് കസ്റ്റൻ, വേറെ എന്ത് കാര്യത്തിനും ഞാൻ കൂടെ നിൽക്കാം. പക്ഷേ ബ്ലാക്ക് കുടുംബത്തിനെ തൊടാൻ എനിക്ക് പറ്റത്തില്ല. ബ്ലാക്ക് കുടുംബം വിചാരിച്ചാൽ പിന്നെ ഞാനുമില്ല, നീയുമില്ല, ഈ മിഡിൽ സിറ്റിയുമില്ല. അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അതിവേഗം അവരുടെ അടുത്ത് നിന്ന് മാറുകയാണ്. ശരിക്കും കസ്റ്റൻ ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയാണ് കസ്റ്റൻ അവിടേക്ക് വന്നത്. പക്ഷെ അയാളുടെ ഭാര്യ യാനിമ സൺ മോശമായിട്ട് എവരോട് സംസാരിച്ചപ്പോൾ അതിനെ തടയാൻ ശ്രമിക്കാത്ത ആളാണ്.
സ്വാഭാവികമായിട്ടും എമിലി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അയാളെ എമിലി നോട്ടമിട്ടാൽ അയാളുടെ കാര്യം അവിടെ അവസാനിച്ചു. ആ ഒരു ഫീലാണ് കട്സനുള്ളതെങ്കിലും യാനിമയ്ക്ക് അതൊന്നുമല്ല ഭാവം. യാനിമ അപ്പോഴും ആ വെളുത്ത ഗൗണണിഞ്ഞ സ്ത്രീയെ നോക്കി ഏതാണ്ട് പല്ലുറുമ്പിക്കൊണ്ട് പറയുകയാണ്, ഷേ ഇവളാണ് എമിലി, ഇവക്കെന്ത് കഴിവിരിക്കുന്നു. അങ്ങനെ യാനിമ പറഞ്ഞതും യാനിമയുടെ കയ്യിലേക്ക് പിടിച്ച കട്സൻ അവളെ അടുത്ത് ചേർത്ത് നിർത്തിയിട്ട് അവളോട് പറഞ്ഞു, ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാൽ നിന്റെ കവള് ഞാൻ അടിച്ചു പൊടിക്കും. നോക്ക്, ഇന്ന് എങ്ങനെയും എമിലിയുമായി ബന്ധമുണ്ടാക്കണം. എമിലിയോട് നീ സോറി പറയണം. ഞാൻ സോറി എന്ന് പറയില്ല. യാനിമ, ഞാൻ പറയുന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ കുടുംബവും എന്റെ കുടുംബവും പിന്നെ ഭൂമി കാണത്തില്ല. അങ്ങനെ കട്സൻ പറയുമ്പോഴും ശരിക്കും അതിന്റെ ഭീകരത യാനിമയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. യാനിമ കട്സനെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. അപ്പോഴാണ് കട്സൻ പറയുന്നത്, യാനിമ വേണ്ടി വന്നാൽ നീ മാർക്കിന്റെ കാര്യം പിടിക്കണം. ഞാനാ മാർക്കിന്റെ കാര്യം പിടിക്കും. യാനിമ, ഞാൻ പറഞ്ഞത് കേക്ക്. ഈ മാർക്കും എമിലും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് നീ തന്നെ നേരത്തെ കണ്ടതാണ്. നിന്റെ പെരുമാറ്റം കൊണ്ട് നമുക്ക് ഓർഡർ കിട്ടാതെ പോയാൽ അത് വലിയ നഷ്ടമാകും. നമുക്ക് ഓർഡർ കിട്ടാത്തത് മാത്രമല്ല കാരണം ബ്ലാക്ക് കുടുംബത്തിന് പിണക്കി ഈ മിഡിൽ സിറ്റിയിൽ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അങ്ങനെ കട്സൻ വീണ്ടും ചോദിച്ചപ്പോൾ യാനിമ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അവള് മനസ്സിൽ കരുതുന്നത് അതൊന്നുമല്ല. പിന്നെ ഞാൻ കാല് പിടിക്കും. ആ ഭൂലോക തോൽവിയെ ആരാ പരിഗണിക്കുന്നത്? അങ്ങനെ യാനിമ മനസ്സിൽ കരുതുമ്പോഴേക്കും സ്റ്റേജിലേക്ക് ഒരാൾ കടന്നു വന്നു. അയാൾ മൈക്ക് കയ്യിലെടുത്തു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അയാളുടെ അനൗൺസ്മെന്റ് കേട്ടതും സകല ആളുകളുടെ ശ്രദ്ധ സ്റ്റേജിലേക്ക് വന്നു. നമ്മുടെ ഈ ബാങ്കറ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാമായ മിസ് എമിലി ബ്ലാക്കിനെ ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അയാൾ പറഞ്ഞതും ആ വെളുത്ത ഗൗൺ ധരിച്ച എമിലി ബ്ലാക്ക് സ്റ്റേജിലേക്ക് നടന്നു തുടങ്ങി. എമിലി ബ്ലാക്ക് സ്റ്റേജിലേക്ക് അടക്കുമ്പോൾ ഒരു വെളുത്ത പ്രകാശം എമിലി ബ്ലാക്കിന്റെ മുകളിൽ വീഴുന്നുണ്ട്. ആ വെളുത്ത പ്രകാശത്തിലൂടെയാണ് എമിലി നടന്ന് സ്റ്റേജിന്റെ നടുക്ക് വന്നത്. അവതാരകൻ മൈക്ക് എമിലിക്ക് കൈമാറി. എമിലി ആ മൈക്കുമായി ആ സ്റ്റേജിലേക്ക് നിൽക്കുമ്പോൾ ആ എൻ്റെ ഓഡിയൻസും ആ സ്റ്റേജിൽ നിൽക്കുന്ന എമിലി തന്നെ നോക്കി നിൽക്കുകയാണ്. അറിയാതെ ആളുകൾ പരസ്പരം പറഞ്ഞു പോവുകയാണ്, ഷു എന്തൊരു സുന്ദരിയ, എന്തൊരു തേജസ് അവരെ കാണാൻ. സത്യമായിട്ടും ഇതുപോലൊരു സുന്ദരിയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. ആളുകൾ പല ശൈലിയിൽ അങ്ങനെ അഭിപ്രായം പറയുന്നത് കേട്ടതും യാനിമ സ്വയം അങ്ങ് പറയുകയാണ്, എന്ത് സുന്ദരി, അലവലാതി. ആ എൻ്റെ ഓഡിയൻസും നിശബ്ദരായിരുന്നത് കൊണ്ട് തന്നെ യാനിമ പതുക്കെയാണ് ആ വാചകം പറഞ്ഞതെങ്കിലും അവളുടെ ചുറ്റും നിൽക്കുന്ന പലരും ആ വാചകം കേട്ടു. അതുകൊണ്ട് തന്നെ ആ വാചകം ഉണ്ടായ സ്ഥലത്തേക്ക് ആളുകൾ ഒന്നടങ്കം തിരിഞ്ഞു. ശരിക്കും ഒരു അനക്കം ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഉണ്ടാകുന്ന കണ്ടതും ബാങ്കറ്റ് ഹാളിലുള്ള മുഴുവൻ ആളുകളുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തേക്കായി. അവിടെ ഒരു സ്ത്രീയിലേക്കാണ് ആളുകളൊക്കെ നോക്കുന്നത്. സ്റ്റേജിൽ നിൽക്കുന്ന എമിലി ബ്ലാക്കിന്റെ കണ്ണുകളും യാനിമയുടെ നേരെ തിരിഞ്ഞു. ഈ സമയത്ത് തൊട്ട് അടുത്ത് നിൽക്കുന്ന കട്സൻ ഏതാണ്ട് ഉരുകി ഒലിച്ചതുപോലെയായി. അല്പം ദൂരെ മാറി നിൽക്കുന്ന ഫെലിക്സ് ലോപ്പസും ആ കാഴ്ച കണ്ടു. അയാളും വല്ലാത്തൊരു അമ്പരപ്പിലാണ്. കട്സൻ അറിയാതെ സ്വയം പറഞ്ഞു പോവുകയാണ്, തീർന്നു, സകലതും തീർന്നു. സ്റ്റേജിൽ നിൽക്കുന്ന ബ്ലാക്ക് കുടുംബത്തിന്റെ അനന്തരാവകാശി എമിലി ബ്ലാക്കിന്റെ കണ്ണുകൾ ഇതാ യാനിമ സണ്ണിന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. സണ്ണി യാനിമയെ ഒന്ന് നോക്കിയിട്ട് എമിലി ആ മൈക്ക് കയ്യിലെടുത്തു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഞാൻ ബ്ലാക്ക് കുടുംബം ഇവിടെ മിഡിൽ സിറ്റിയിൽ ചെയ്യാൻ പോകുന്ന ബിസിനസിന്റെ മേൽനോട്ടം വഹിക്കാനാണ് ഇവിടെ എത്തിയത്. അതോടൊപ്പം വ്യക്തിപരമായ ചില കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വെച്ച് ഒരുപാട് നല്ല ആളുകളെ പരിചയപ്പെട്ടു. അതോടൊപ്പം ചില മോശം ആളുകളെയും പരിചയപ്പെട്ടു. അങ്ങനെ പറഞ്ഞിട്ട് എമിലി നേരെ നോക്കിയത് സാക്ഷാൽ യാനിമ സണ്ണിനെയാണ്. എമിലിയുടെ കണ്ണുകൾ യാനിമ സൺ നിൽക്കുന്ന ഭാഗത്തേക്ക് വീണതും ഒരു വിറയൽ കട്സൻ ഉണ്ടാവുകയാണ്. കട്സൻ വിറച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി യാനിമയോട് പറഞ്ഞു, നീ ഒറ്റ ഒരുത്തി കാരണം സകലതും കുഴയുകയാണ്. ഞാനൊന്നും ചെയ്തില്ല, ആ അലവലാതി. യാനിമ വാ തുറന്നാൽ അലവലാതി എന്ന വാക്ക് അറിയാതെ പുറത്തു വരികയാണ്. ഇപ്രാവശ്യം ആ എൻറ്റയർ ഓഡിയൻസും നിശബ്ദരായതുകൊണ്ട് യാനിമയുടെ ആ ശബ്ദം കുറച്ച് ഉറക്കെ തന്നെ കേൾക്കുകയാണ്. ബ്ലാക്ക് കുടുംബം കണ്ടക്ട് ചെയ്യുന്ന
ആ ബാങ്കറ്റ് പാർട്ടിയിൽ പങ്കെടുക്കുന്ന ഒരാള് ബ്ലാക്ക് കുടുംബത്തിന്റെ ആ പ്രധാന കഥാപാത്രത്തെ അലവലാതി എന്ന് വിളിച്ച് സംബോധന ചെയ്യുക എന്നുള്ളത് സങ്കല്പിക്കാനാവാത്തൊരു കാര്യമാണ്. പക്ഷെ അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സകല ആളുകളുടെ മുഖത്തും വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ അമ്പരപ്പോടെ യാനിമയിലേക്ക് നോട്ടം മാറ്റുമ്പോൾ അവളുടെ അടുത്ത് നിൽക്കുകയായിരുന്ന കഴ്സൺ പെട്ടെന്ന് പുറകോട്ട് മാറി. യാനിമയുടെ അടുത്ത് നിന്നാൽ അയാൾ കൂടി പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അയാൾക്ക് തോന്നിയത് കൊണ്ടാണ് അയാൾ ഏതാനും സ്റ്റെപ്പ് പുറകിലോട്ട് മാറിയത്. ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് വീണ്ടും ശബ്ദമുണ്ടായി. ഞാൻ അനവധി ആളുകളെ ഇവിടെ പരിചയപ്പെട്ട കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചു. പക്ഷെ അതിൽ ഒരാൾ ശരിക്കും എന്നെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. അയാളുടെ പെരുമാറ്റവും അയാളുടെ ഇടപെടലും അയാളുടെ കഴിവുകളും മറ്റ് എല്ലാവരെയും ഓവർടേക്ക് ചെയ്യാൻ പര്യാപ്തമാണ്. അയാളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ മിഡിൽ സിറ്റിയിലെ ഏറ്റവും മിടുക്കനായ ആ ചെറുപ്പക്കാരനെ ഞാനിതാ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ എമിലി പറഞ്ഞതും ഇതുപോലെ ഒരു പ്രകാശം മുകളിൽ നിന്ന് താഴേക്ക് വീണു. ആ പ്രകാശം പതുക്കെ മൂവ് ചെയ്യാണ്. ആ ബാങ്കറ്റ് ഹാളിനകത്തുള്ള ഏതോ ഒരു ചെറുപ്പക്കാരനെയാണ് ബ്ലാക്ക് കുടുംബം സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് എമിലിയുടെ വാക്കുകൾ വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ സകല ചെറുപ്പക്കാരും വല്ലാത്തൊരു പ്രതീക്ഷയോടുകൂടി ആ പ്രകാശത്തിലേക്ക് തന്നെ അങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം പതുക്കെ മൂവ് ചെയ്യുകയാണ്. ആ പ്രകാശം അങ്ങനെ മൂവ് ചെയ്ത് കഴ്സന്റെ നേരെ മുകളിലെത്തിയതും അങ്ങ് നിശ്ചലമായി. ഈ സമയത്ത് കഴ്സൺ അടുത്തേക്ക് യാനിമയും എത്തിയിട്ടുണ്ട്. കഴ്സണും യാനിമയും നിൽക്കുന്നതിന് നേർ മുകളിൽ ആ പ്രകാശം അങ്ങനെ നിശ്ചലമായതും കഴ്സൺ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ദൈവമേ രക്ഷപ്പെട്ടു. അത് കേട്ടു നിന്ന യാനിമ കഴ്സണോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് കുടുംബം ഒന്നും മനസ്സിൽ വെക്കുന്ന ആളുകളല്ല. ബ്ലാക്ക് കുടുംബത്തിന്റെ ആ നല്ല മനസ്സുകൊണ്ടാണ് കഴ്സനെ തന്നെ അവർ സെലക്ട് ചെയ്തത്. അക്കാര്യത്തിൽ യാനിമയ്ക്ക് സംശയമൊന്നുമില്ല. ഈ സമയത്ത് അല്പം ദൂരെ നിൽക്കുന്ന ഫെലിക്സും ആ കാഴ്ച കണ്ടു. അയാൾക്കും അയാളുടെ സുഹൃത്തു കൂടിയായ കഴ്സൺ സെലക്ട് ചെയ്യപ്പെട്ടതിൽ ഒരു വല്ലാത്ത സന്തോഷം ഫീൽ ചെയ്യുകയാണ്. സകല കണ്ണുകളും ആ പ്രകാശത്തിൽ കുളിച്ചിരിക്കുന്ന കഴ്സണിലേക്കും യാനിമിലേക്കും തിരിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്ന് പിന്നെയും ശബ്ദം വരികയാണ്. ഞാൻ ആ മിടുക്കനെ ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് കം മിസ്റ്റർ മാർക്ക് ഫെല്ലർ. കഴ്സന് മുകളിൽ ആ ലൈറ്റ് അങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ എമിലി ബ്ലാക്ക് മറ്റൊരു പേര് അനൗൺസ് ചെയ്യുകയാണ്. എമിലി ബ്ലാക്ക് അനൗൺസ് ചെയ്ത പേര് കേട്ടതും സ്റ്റേജിന്റെ താഴെ നിൽക്കുന്ന മാർക്ക് ഫെല്ലർ പതുക്കെ നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ നടക്കുന്ന കണ്ടതും ഒരു പ്രകാശം മാർക്കിന്റെ തലയിലേക്ക് വീണു. ശരിക്കും ആ പ്രകാശത്തിൽ ഒരു സുന്ദരൻ സ്റ്റേജിലേക്ക് നടന്നു കയറുന്നത് ആ എൻ്റെ ഓഡിയൻസും ശ്വാസം അടക്കി പിടിച്ചാണ് കാണുന്നത്. കറുത്ത സ്യൂട്ട് ധരിച്ച മാർക്ക് ഫെല്ലർ കാണാൻ ഇപ്പോൾ അതിസുന്ദരനാണ്. സുന്ദരനായ മാർക്ക് ഫെല്ലർ ആ പടിക്കെട്ടിൽ കയറി സ്റ്റേജിലെത്തി അയാൾ നടന്ന് ആ സ്റ്റേജിന് നടുക്കൂട്ട് വന്നു. മാർക്ക് അവിടെ എമിലിയുടെ തൊട്ടടുത്തായി വന്നു നിന്നു. തന്നെ തൊട്ടടുത്തായി വന്ന് നിൽക്കുന്ന മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് എമിലി മാർക്കിന്റെ ഷർട്ടിലൊന്ന് പിടിച്ചു. എന്നിട്ട് ആ ഷർട്ട് പതുക്കെ ഒന്ന് തട്ടുകയാണ്. ഷർട്ടിലുള്ള പൊടി ചെറുതായിട്ട് എമിലി തട്ടിക്കളയുന്ന പോലെ ഒരു ഫീലാണ് എല്ലാവർക്കും ഉണ്ടായത്. ശരിക്കും എൻ്റെ ഓഡിയൻസും ആ കാഴ്ച കണ്ട് അങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ CEO ആയ എമിലി ബ്ലാക്ക് വല്ലാതെ പരിക്കൻ സ്വഭാവമുള്ള ലേഡിയാണ്. ആ ലേഡി അതെല്ലാം മാറ്റിവെച്ചിട്ട് വളരെ കൂളായിട്ട് സൗഹൃദ ഭാവത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ പുറത്തുള്ള പൊടിയൊക്കെ തട്ടി അയാളുടെ കോളിനൊക്കെ നേരെ പിടിച്ചു വെച്ച് അയാളുടെ ആ കോട്ടൊക്കെ നേരെ വലിച്ചു വെക്കുകയാണ്. ശരിക്കും ഒരു അടുപ്പം ആ ചെറുപ്പക്കാരനോട് എമിലിക്ക് ഉണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ശ്വാസം അടക്കി പിടിച്ചാണ് ഈ കാഴ്ച പലരും കാണുന്നത്. അവർക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ അമ്പരപ്പുഴ സ്റ്റേജിലേക്ക് നോക്കുകയാണ്. അവരാരും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. പക്ഷെ ആ സ്റ്റേജിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഈ മിഡിൽ സിറ്റി തന്നെ ഉള്ളതാണെന്ന് നേരത്തെ തന്നെ എമിലി അനൗൺസ് ചെയ്തതാണ്. ആരാ ഇയാൾ? ഏതാ ഈ ഫെല്ലർ കുടുംബം? മിഡിൽ സിറ്റിയിൽ അങ്ങനെ ഒരു കുടുംബത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ലല്ലോ. ഇനി ചിൽറ്റൗണിലെ കുടുംബമല്ലാണോ? ഏയ്, ചിൽറ്റൗണിൽ ഇങ്ങനെ ഒരു കുടുംബം ഞാൻ കേട്ടിട്ടില്ലല്ലോ. പലരും പല ഏരിയ ഇങ്ങനെ പറഞ്ഞു നോക്കുകയാണ്. അവിടെ ഞാൻ ഈ ഫെല്ലർ കുടുംബം ഉണ്ടോ എന്നാണ് അവരൊക്കെ നോക്കുന്നത്. മാർക്ക് ഫെല്ലർ
ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കുന്നത്. അയാൾ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺ ആണെന്നാണല്ലോ എമിലി പറഞ്ഞത്. എന്താ അതിന്റെ കാരണം? അങ്ങനെ ആളുകൾ ഓരോരോ കാര്യങ്ങൾ പറയുന്ന കേട്ടവും എമിലി മാർക്കിനോട് ചോദിച്ചു, മിസ്റ്റർ മാർക്ക്, ഈ ഓഡിയൻസിനോട് സംസാരിക്കുന്നു, അവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസിനോട് സംസാരിക്കുന്നു എന്നുള്ള എമിലിയുടെ ചോദ്യത്തിന് മാർക്ക് അനുകൂലമായി മറുപടി പറയില്ല എന്ന് എമിലിക്ക് അറിയാം. എമിലി ഉടൻ തന്നെ മാർക്കിനോട് പറഞ്ഞു, ഏയ് സാരമില്ല. അങ്ങനെ എമിലി പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, അല്ല ഞാൻ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് എമിലിയുടെ കയ്യിൽ നിന്ന് ആ മൈക്കങ്ങ് വാങ്ങിച്ചു. മൈക്ക് കയ്യിലേക്ക് വാങ്ങിച്ച മാർക്ക് ആ ഓഡിയൻസിനെ മുഴുവൻ ഒന്ന് നോക്കിയിട്ട് ഓഡിയൻസിനോടായി പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ എന്നെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. ചിലപ്പോ നിങ്ങളിൽ ചിലർക്ക് എന്നെ മറ്റൊരു ശൈലിയിൽ അറിയാമായിരിക്കും. ഒരു ഭൂലോക തോൽവിയായിട്ട് നിങ്ങൾ ചിലരെങ്കിലും എന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു സംഭവമാണെന്നൊന്നും നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു സീറോയാണ്. പക്ഷേ നാളെ ഞാൻ ഈ മിഡിൽ സിറ്റിയിൽ നിങ്ങളെല്ലാവരും അറിയുന്ന ഒരാളായി മാറിയിരിക്കും. അത് എൻ്റെ വാക്കാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ മൈക്ക് വീണ്ടും എമിലിക്ക് കൊടുത്തു. ശരിക്കും ഈ സമയത്ത് പൂർണ്ണ നിശബ്ദതയാണ് ആ ഓഡിയൻസിനിടയിൽ. മാർക്ക് വളരെ മനോഹരമായിട്ടാണ് ആ വാചകങ്ങൾ പറഞ്ഞത്. കയ്യിലേക്ക് മൈക്ക് വാങ്ങിച്ച് എമിലി ആദ്യം ചെയ്തത് ഒന്ന് കൈയടിക്കാനുള്ളതാണ്. എമിലി അങ്ങനെ കൈയടിച്ചതും പെട്ടെന്ന് അതിനൊരു പ്രതിധ്വനി ഉണ്ടായി. എമിലി കൈയടിച്ചപ്പോൾ ആ എൻ്റെ ഓഡിയൻസും കൂടെ കൈയടിച്ചു തുടങ്ങി. ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ആ കൈയടി ഒന്ന് ഒതുങ്ങിയതും എമിലി എല്ലാവരോടായി പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, എനിക്ക് വിശ്വാസമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ മിഡിൽ സിറ്റിയിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാകുമെന്ന്. അങ്ങനെ എമിലി പറഞ്ഞതും ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ആളുകൾ ഉടൻ വിളിച്ചു പറയുകയാണ്, അതെ എനിക്ക് വിശ്വാസമാണ് മിസ്റ്റർ മാർക്ക് ഈ മിഡിൽ സിറ്റിയിൽ നമ്പർ 1 ആകുമെന്ന്. ബ്ലാക്ക് കുടുംബത്തിന്റെ അനന്തര അവകാശിയായ എമിലി ബ്ലാക്ക് ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിന് അനുകൂലിച്ച് നിൽക്കുകയാണ് നല്ലതെന്ന് അറിയാവുന്ന ആളുകൾ പതുക്കെ അങ്ങ് പറഞ്ഞു തുടങ്ങുകയാണ്. ഒരാൾ തുടങ്ങി വെച്ചതും മറ്റാളുകൾ അത് ആവർത്തിച്ചു തുടങ്ങി. പെട്ടെന്ന് അതൊരു മുദ്രാവാക്യം പോലെ ആവുകയാണ്. സകലരും അതേ വാചകം ആവർത്തിച്ചു. ശരിക്കും ഈ വാചക കസത്ത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ സമയത്ത് മൈക്ക് തിരിച്ചു വെച്ചിട്ട് വീണ്ടും എമിലി മാർക്കിനെ ആ കോട്ട് പിടിച്ച് നേരെയാക്കുകയാണ്. ഏയ് ഒരു ടെൻഷന് വേണ്ട മാർക്ക്, ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കും. മാർക്കിനോട് ചേർന്ന് നിന്ന് എമിലി കാണിക്കുന്ന ആ അടുപ്പം മാർക്കിന് പോലും ഒരു വല്ലാത്ത പേടിയുണ്ടാക്കുകയാണ്. അവൻ എമിലിയോട് പറഞ്ഞു, എമിലി ആളുകളൊക്കെ നോക്കുന്നുണ്ട്. മാർക്ക് അവർ നോക്കട്ടെന്ന്, അത് നോക്കാൻ വേണ്ടിയല്ലേ ഞാനത് ചെയ്യുന്നത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.